നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ കുംഭകോണത്ത് റൂം എടുക്കാൻ കാരണമെന്ന് പറയുന്നത് കാറ് 1000 കിലോമീറ്റർ ആയി. അപ്പോൾ അത് സർവീസിന് കൊടുക്കണം. ജസ്റ്റ് വാഷിങ്ങും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. എങ്കിൽ തന്നെയും നമ്മൾ കറക്റ്റ് സർവീസ് ചെയ്തില്ല എങ്കിൽ ശരിയാവത്തില്ല. അപ്പോൾ കറക്റ്റ് സർവീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടൊയോട്ടയുടെ ഷോറൂമുള്ള സ്ഥലം നോക്കി നമ്മൾ റൂം എടുത്തത് കേട്ടോ. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, മീൻസ് നിയർ ബൈ റൂം എടുത്തത്. നമ്മുടെ റൂമിൽ നിന്നും ഒരു 3 to 4 കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ ടൊയോട്ടയുടെ സർവീസ് സെൻറ്റർ എന്ന് പറയുന്നത്. ട്രിവാൻഡ്രത്തുള്ള കൈരളി ടൊയോട്ട അവർ ഞങ്ങൾ എവിടെയാണുള്ളത് എന്ന് ചോദിച്ചിട്ട് അതിന് നിയർ ബൈ ലൊക്കേഷൻ നോക്കിയിട്ട് അവർ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞങ്ങളിത് ഇവിടെ കൊണ്ടുവന്നത്. അപ്പം മാപ്പ് ഇട്ട് ഞങ്ങൾ റൂം നോക്കുമ്പോഴും നമ്മുടെ ഹൈവേക്ക് അടുത്തിട്ട് ഉള്ള ടൊയോട്ട ഷോറൂമും അതുപോലെ നിയർ ബൈ റൂമും ഒക്കെ നോക്കി നമ്മുടെ കൈരളി ഷോറൂമിലൊക്കെ ഇൻഫോം ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ വന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കണമല്ലോ. അപ്പോൾ ആക്ച്വലി കുംഭകോണത്ത് നവഗ്രഹ ക്ഷേത്രങ്ങളാണ് മെയിനായിട്ടുള്ളത്. നവഗ്രഹ ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ നവഗ്രഹം എന്ന് പറയുമ്പോൾ 9 അല്ലേ. അപ്പോൾ 9 അമ്പലങ്ങളിൽ പോകണം. പോയാൽ ഒരുമിച്ച് 9 അമ്പലങ്ങളിൽ പോകണം, ഇല്ല എങ്കിൽ പോക്ക് നടക്കത്തില്ല. അപ്പോൾ വണ്ടി സർവീസിന് ഏട്ടൻ രാവിലെ കൊണ്ടുപോയിട്ട് 8 മണിക്ക് കൊണ്ടുപോയി. ഓൾറെഡി അവരെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ബുക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിലും നമ്മൾ രാവിലെ കാറ് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല, തിരക്കുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ. അതുകൊണ്ട് ഏട്ടൻ രാവിലെ 8 മണിയായപ്പോഴേക്കും കൊണ്ടുപോയി. 9:30 ആയപ്പോൾ അവിടെ ഓഫീസ് തുറന്നു. 9 മണിക്ക് ഓഫീസ് തുറന്നു. 9:30 ആയപ്പോൾ നമ്മുടെ കാറ് സർവീസിനേറ്റി 10-10:30 ആയപ്പോൾ കാറ് കിട്ടി കേട്ടോ. ഇല്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ ഒരുപാട് ഡിലേ ആയാനേ. അപ്പോൾ രാവിലെ കാറ് കൊടുക്കുന്ന സംഭവം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ രാവിലെ പരിപാടി തുടങ്ങിയാണ് കേട്ടോ. അപ്പോൾ കാറ് കിട്ടിയപ്പോൾ 10-11 മണി ഞാനും വേദയും കൂടി തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റ് കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്നിപ്പോഴേക്കും ഏട്ടനെത്തി. ഞാൻ പറഞ്ഞില്ലേ 10:30 മണിയൊക്കെ ആയി. പിന്നെ അമ്പലത്തിൽ പോയാൽ 12 മണി വരെ എല്ലാ അമ്പലങ്ങളും ഉള്ളൂ. നമുക്ക് കയറി തൊഴുത് വരാൻ പറ്റത്തില്ല. പിന്നെ വൈകിട്ട് പോയാൽ വീണ്ടും ലേറ്റ് ആവും. ഇനി ഈ ഒരു ദിവസവും കൂടി ഈ ഹോട്ടലിൽ നിൽക്കുന്ന കാര്യം ടെറിബിളാണ് കേട്ടോ. 4000 രൂപയും കൊടുത്തിട്ട് കണ്ടല്ലോ നിങ്ങൾ ആ ഹോട്ടലിലെ റൂമിൻ്റെ അവസ്ഥയെല്ലാം. അതുകൊണ്ട് നമുക്ക് ചെട്ടിനാട് പോവേണ്ട ആവശ്യമുള്ളത് കൊണ്ടും ഈ ഒരു നവഗ്രഹ ക്ഷേത്രം ചുറ്റൽ നടക്കത്തില്ല. മെയിനായിട്ട് കാറ് കൊടുക്കുക, ഈ നവഗ്രഹ അമ്പലങ്ങളിൽ പോവുക എന്നായിരുന്നു പ്ലാൻ. പക്ഷെ അതെല്ലാം മാറി മറിഞ്ഞു. ഇതാണ് നവഗ്രഹ അമ്പലം കേട്ടോ. മാത്രമല്ല അമ്പലങ്ങളെല്ലാം 10-15 കിലോമീറ്റർ ചുറ്റളവിൽ ദൂരോട്ടാണ്. ഒരു ക്ഷേത്രം ഒരു സൈഡിലാണെങ്കിൽ വേറൊരു ക്ഷേത്രം വേറൊരു സൈഡിൽ, അങ്ങനെ ഓരോ ക്ഷേത്രവും ഓരോ സൈഡിലാണ്. അത് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ തിരുപ്പതിയിലെ പ്രസാദം ശരിക്കും ഒന്ന് ഇതുവരെയും കഴിച്ചില്ല. സാധാരണഗതിയിൽ വീടെത്തുമ്പോൾ ലഡുവൊക്കെ തീരാറുണ്ട്. വേണ്ടേ ഇന്ന് എടുത്തിട്ടാ ഇപ്പം എടുത്തതേ ഇല്ല. വീട്ടിലത്തേക്കൊക്കെ വാങ്ങിച്ച് വെച്ചൊക്കെയാണ്. അടിപൊളി ലഡു. ഈ ലഡുവിൻ്റെ ടേസ്റ്റ് ഒരിടത്തും കിട്ടൂല അല്ലേ. രണ്ടുപേരും കൂടെ ബാഗും സാധനമൊക്കെ വയ്ക്കാൻ പോവേണേ. കഴിഞ്ഞ പ്രാവശ്യം തഞ്ചാവൂർ വന്നപ്പോഴേ ഉണ്ടായിരുന്നു കുംഭകോണത്ത് പോകാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം. അപ്പോൾ ആ വിഷമം തീർക്കാനാണ് വണ്ടിയും സർവീസ് ചെയ്യാം എന്നിപ്പോൾ നവഗ്രഹ ടെമ്പിളൊക്കെ പോകാമെന്ന് എഴുതിയത്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ പ്ലാൻ നടക്കില്ല. ടെമ്പിൾ സിറ്റിക്കുള്ളിലായിരുന്നെങ്കിലും ഞങ്ങൾ പോയിട്ട് വന്നാനേ. പക്ഷേ എല്ലാം ഔട്ടറാണ്. 15-14 ഒക്കെ കിലോമീറ്റർ ദൂരം കേട്ടോ. അപ്പോൾ നമുക്കത് കവർ ചെയ്ത് എത്താൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഈവനിങ് ഇവിടെ ആയിരുന്നു സ്റ്റേ എങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഈവനിങ് നമ്മൾ ചെട്ടിനാട് പോവുകയാണ്. എന്തായാലും ആ ഒരു പ്ലാൻ ചെറുതായിട്ട് പാളി കേട്ടോ. മെയിൻലി ഇവിടെ ഞാൻ റൂം എടുത്തതാണ് എനിക്ക് ഏറ്റവും പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത്. 4000 രൂപ ഞാൻ റൂമിന് പേ ചെയ്തിട്ട് ആ റൂമിൻ്റെ അവസ്ഥ വളരെ ശോകമായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു ദിവസത്തേക്ക് കൂടി 4000 രൂപ കൊടുത്ത് കിടക്കേണ്ട ആവശ്യം ഇനി എന്ത് സംഭവിച്ചാലും ഇല്ല. ഇല്ലെങ്കിൽ വേറെ റൂം എടുക്കണം. ഇനി വേറെ റൂമൊന്നും എടുക്കാൻ നിൽക്കുന്നില്ല. എന്തായാലും ചെട്ടിനാട് പോയി കുറച്ച് സാരികളൊക്കെ നമുക്ക് വാങ്ങിക്കണ്ടേ. വസ്ത്രയിൽ കുറച്ച് സാരീസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ. സാരീസ് ഉണ്ട്, മീൻസ് ചെട്ടിനാട് സാരിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ. നിങ്ങളുടെ സഹകരണം പോലെ ഇരിക്കും കൂടുതലും എടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ എടുക്കത്തില്ല കേട്ടോ. കാരണം പിന്നെ നമ്മളിവിടെ വന്ന് എടുക്കണം, അതൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഇതുവഴിയൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ വീണ്ടും എടുക്കേ. ഓക്കെ, നമ്മുടെ പ്ലാനിങ് എന്തെന്ന് വെച്ചാൽ കുംഭകോണത്ത് വരിക, നവഗ്രഹ ക്ഷേത്രങ്ങൾ കാണുക. നവഗ്രഹം എന്ന് പറയുമ്പോൾ 9 തന്നെ കാണില്ലേ. 9 ക്ഷേത്രമുണ്ട് എന്തോ ഉണ്ട്. പക്ഷെ അത് 9 സ്ഥലങ്ങളിൽ 10-20 കിലോമീറ്റർ ചുറ്റളവിലൊക്കെയാണ് ഉള്ളത് കേട്ടോ. നമുക്ക് ഓടി ഓടി എത്താൻ പറ്റത്തില്ല. നമുക്ക് ചെട്ടിനാട് പോകണം. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ക്യാൻസൽ ചെയ്യാമെന്ന് കരുതി. എന്നിട്ട് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു വേറെ അമ്പലവും കുളമൊക്കെ ഉണ്ട്. കാശി വിശ്വനാഥ് അച്ഛൻ്റെ മോളും കൂടെ ചെന്ന് അന്വേഷിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. അവിടെയും പോയി കുംഭകോണം ഫിൽറ്റർ ടീ ഒക്കെ കുടിച്ചിട്ട്, ഫിൽറ്റർ കോഫിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ എങ്ങോട്ട് പോകും. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ നമ്മൾ കോഫി കുടിച്ചു, നല്ല കോഫി ആയിരുന്നു അല്ലേ. എന്നിട്ട് നേരെ ചെട്ടിനാട് പോവും. ഇപ്പോൾ 12 മണിക്ക് മുന്നേ നമ്മൾ എന്തായാലും ഇറങ്ങി നമ്മൾ റെഡിയാണ്, പോവാം.
നമ്മൾ കുംഭകോണത്തുനിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട്. ചെട്ടിനാടേക്കാണ് പോകുന്നതിന് മുന്നേ കാശി വിശ്വാന്തർ ടെമ്പിളിലേക്ക് പോവാണ്. വിശ്വാന്തർ എന്നാണ് മാപ്പിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങോട്ടേക്ക് പോവാണ് നമ്മള്. ഇതാട്ടോ അമ്പല പരിസരവും അമ്പലത്തിന്റെ എൻട്രൻസിന്റെ ഇതാണ്. 12 മണി വരെ അങ്ങനെയല്ല, ഇത്രയുള്ള പത്മനാഭസ്വാമി ക്ഷേത്രം. 12 മണി വരെ ഉണ്ടെന്ന് പറഞ്ഞ അമ്പലം നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെ വന്നാൽ എല്ലാ അമ്പലങ്ങളും ഒരുപോലെ ഇരിക്കും. പക്ഷേ അതെനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി കേട്ടോ. ഉള്ളിലാണെങ്കിൽ അധികം തിരക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭഗവാനെ നല്ല രീതിയിൽ കണ്ട് തൊഴുതിറങ്ങാനും പറ്റി. എല്ലാ സ്ഥലങ്ങളിലും പോയാലും ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് ഭഗവാനെ ഒന്ന് നേരെ കാര്യം പറയാൻ പോലും കിട്ടത്തില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ വന്നിട്ട് കുറച്ച് സമയമൊക്കെ നിന്ന് തൊഴുത് പോകാനായിട്ട് പറ്റി. ആരും ഉണ്ടായിരുന്നില്ല. അമ്പലവും നല്ലൊരു അമ്പലമായിട്ട് തോന്നിയിട്ട് ഒരു ശിവലിംഗവും അതിൻ്റെ ചുറ്റൊരു ചക്രം പോലെയൊക്കെ വന്നിട്ട് അതിൽ വിളക്കെല്ലാം കത്തിച്ച് വെച്ചത് ആ ഒരു ഇതിലൊക്കെ വന്ന് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കയറി കണ്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു കുഞ്ഞ് ശിവൻ്റെ അമ്പലം കേട്ടോ. മറ്റേ നമ്മൾ പോകുന്ന ഇപ്പോൾ തിരുവണ്ണാമലയിലാണെങ്കിലും വേറെ എവിടെയാണെങ്കിലും വലിയ അമ്പലങ്ങളായിരിക്കും. വലിയ ശിവലിംഗവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര വലിപ്പമായിരിക്കും. ഇത് പക്ഷേ ഒരു കുഞ്ഞമ്പലം, എല്ലാം ഉണ്ട്, ഭഗവാന്മാരെല്ലാം ഉണ്ട്, ദേവിയുണ്ട്, എല്ലാവരും ഒക്കെ ഉള്ള ഒരു കുഞ്ഞമ്പലം കേട്ടോ. കുംഭകോണം സിറ്റിയിൽ മെയിനായിട്ട് കാണാനുള്ള ഒരു അമ്പലം ഈ ഒരു അമ്പലം, ഇതിന് ചേർന്ന് കിടക്കുന്ന ഒരു കുളവും മാത്രമാണ്. അല്ലാതെ ഈ സിറ്റിയിൽ വലുതായിട്ട് കാണാനൊന്നുമില്ല. പിന്നെ കുംഭകോണം ഫിൽറ്റർ ടീ ആണ് ഇവിടുത്തെ ഫേമസ് എന്ന് പറയുന്നത്. അതൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് നാൾ മുന്നെയൊക്കെ ഇത്രയും കോഫി ഷോപ്പും കാര്യങ്ങളും ഒന്നും ഒരിടത്തും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഫേമസ് ആയിരുന്നായിരിക്കാം. അതായിരിക്കും. രാവിലെ ഞങ്ങളൊരു കോഫി കുടിച്ചു. 20 രൂപ ഉണ്ടായിരുന്നുള്ളൂ. നല്ല കോഫി ആയിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു കോഫി ആയിരുന്നു. അതിൽ സ്പെഷ്യലായിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ കുംഭകോണത്തുള്ളത് ഈ നവഗ്രഹ ക്ഷേത്രങ്ങൾ. അത് ഞാൻ പറഞ്ഞില്ലേ, ഓരോന്നും ഓരോ സൈഡിലാണ്. 14 കിലോമീറ്റർ 20 കിലോമീറ്ററൊക്കെ ദൂരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ ഉണ്ട്. അത് നമ്മളൊരു ദിവസം അതിന് വേണ്ടി മാറ്റി വയ്ക്കുക തന്നെ വേണം, എങ്കിലേ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമുക്ക് ഒരു ദിവസം കംപ്ലീറ്റ് കിട്ടാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അത് വിട്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ഒരിക്കലും നമ്മൾ ഉറപ്പായിട്ടും വരും കേട്ടോ. ഇതാട്ടോ ഈ അമ്പലമായിട്ട് ചേർന്ന് കിടക്കുന്ന കുളം എന്ന് പറയുന്നത്. കുളം എന്ന് പറഞ്ഞാൽ വലിയൊരു കുളം കേട്ടോ. ഞാൻ ഇത്രയും വലിയൊരു കുളം ആദ്യമായിട്ട് കാണുകയാണ്. നിറയെ ആൾക്കാർ കുളിക്കുകയും നനയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ എല്ലാവരും സ്ത്രീകളൊക്കെ നിന്ന് കുളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത് അമ്പലക്കുളമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആണോന്നും എനിക്കറിയത്തില്ല. അമ്പലക്കുളം ആയിരുന്നെങ്കിൽ ഇങ്ങനെ എല്ലാവരും വന്ന് സോപ്പൊക്കെ നനച്ച് തേച്ച് കുളിക്കുകയൊക്കെ ചെയ്യുമോ? ഇല്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് അമ്പലക്കുളമല്ല. പിന്നെ ഇനി തമിഴ്നാട് ആയതുകൊണ്ട് അറിയത്തില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ആണോ ഏതാണെന്നും ഒരു ഐഡിയ ഇല്ല. കുറച്ച് സമയം നിന്ന് നമ്മൾ അമ്പലമൊക്കെ കണ്ടു, അമ്പലക്കുളമൊക്കെ കണ്ടു. വെയിലില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. വെയിലൂടെ ആയിരുന്നെങ്കിൽ പണിപാളിയാനായിട്ടോ. അപ്പോൾ ഈ അമ്പലം 12 മണി വരെ ഉണ്ട്. ഞങ്ങൾ 11 മണിയൊക്കെ ആയപ്പോഴേക്കും ഇറങ്ങിയത് കൊണ്ട് അമ്പലത്തിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ അത് നടക്കത്തില്ലായിരുന്നു കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുംഭകോണം കോഫി കൂടെ കുടിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കോഫിയായിരുന്നു. കുറച്ചുകൂടെ ഔതൻറ്റിക് ടേസ്റ്റ്, അല്ലെങ്കിൽ കോഫിക്ക് വേണ്ടിയിട്ട് മാത്രം. ഇപ്പം നമുക്ക് ട്രിവാൻഡ്രത്ത് ബോളിയും പായസവും ഉണ്ട്. അപ്പോൾ എല്ലാവരും എവിടെയാണ് ബോളിയും പായസം നല്ലത് കിട്ടുകയെന്ന് ചോദിച്ചാൽ പറയുന്നത് മഹാബോളി ആയിരിക്കും. അതുപോലെ സ്പെഷ്യലായിട്ട് കോഫി മാത്രമുള്ള എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോയി ഒന്ന് കോഫി കുടിക്കാമെന്ന് കരുതി. സത്യം പറയാമല്ലോ, ഇന്നലെ അവിടെ വന്ന് ആ റൂം എടുത്തപ്പോഴേ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതി എന്നായിട്ടോ. എനിക്ക് ആ റൂമിൽ കിടക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. പക്ഷേ ക്യാഷ് റീഫണ്ടും ഇല്ല. നമുക്ക് ഒട്ടങ്ങോട്ടും രാത്രി പോകാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ തന്നെ അങ്ങ് റൂം എടുത്ത് കിടന്നത്. ആ റൂം എടുത്തതോടുകൂടി നമ്മുടെ പ്ലാനിങ് എല്ലാം മാറി മറിഞ്ഞു എന്നാണ് സത്യം. നമ്മൾ അമ്പലത്തിൽ കയറി വലിയ കുളം കണ്ടു. കുംഭകോണത്ത് മെയിൻ എന്ന് പറയുന്നത് നവഗ്രഹ ക്ഷേത്രമാണ്. നമുക്കിനി അതിനുള്ള ടൈമില്ല. കാരണം ഇപ്പം തന്നെ 12 മണിയാകുമ്പോൾ തന്നെ എല്ലായിടത്തും ക്ലോസ് ചെയ്യും. ഇനി വൈകിട്ടേ പറ്റത്തുള്ളൂ. അതിന് വേണ്ടി ഒരു ദിവസം വന്നിരുന്നുവെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയാണ് വന്നത്. പിന്നെ കാറൊക്കെ സർവീസിന് കൊടുത്തിട്ട് കിട്ടിയപ്പോൾ ഒന്ന് ലേറ്റായി. അല്ലെങ്കിൽ രാവിലെ ഇറങ്ങി നമ്മൾ ദർശനം തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞാനേ. ഇപ്പോൾ കഴിയില്ല, വൈകിട്ടൂടെ ആകുമ്പോൾ ഒന്ന് കവറായിരുന്നു. പക്ഷെ നമ്മൾ പോകുമ്പോൾ 9 അമ്പലത്തിലും പോകണമെന്നാണ് പറയുന്നത്. നവഗ്രഹ ക്ഷേത്രം അങ്ങനെയല്ല എൻ്റെ പേര് തന്നെ. അപ്പോൾ ഇനി ഒരു കോഫി കുടിച്ചുകൊണ്ട് നേരെ ചെട്ടിനാട് പോവാം എന്നാണ് പ്ലാൻ. எங்க அண்ணன்மார்கிட்ட எல்லாம் கேட்டாச்சு, எங்க நல்லா ஃபில்டர் காஃபி கிடைக்கும். ஃபில்டர் காஃபி தான் இங்க கிடைக்கும்னு പറഞ്ഞു. ഉള്ളി കോഫി, ഉള്ളി കോഫിയിൽ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞു അള്ളി കോഫിയിൽ ഫിൽറ്റർ കാപ്പി കിടക്കുമെന്ന്. എന്തായാലും ഫിൽറ്റർ കാപ്പി, കുംഭകോണം സ്പെഷ്യൽ ഫിൽറ്റർ കോഫി കുടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. എന്താണ് ടേസ്റ്റ്? പക്ഷെ രാവിലെ കുടിച്ച കോഫി നല്ലതായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ട്രഡീഷണൽ അല്ലേ, ഓലയൊക്കെ ഇട്ട്. അകത്തത്രയും ട്രഡീഷണൽ അല്ല,
ഉള്ളി അല്ലടി ഓൺലി. അവിടെ ചെന്ന് പറയണമുണ്ടോ അങ്ങ പറയണമ്മ? ഫിൽറ്റർ കോഫി இருக்கா இங்கே ஸ்பெஷலா? ஓகே 3 ഫിൽറ്റർ കോഫി. ഇത് 45 റുപ്പീസ്. അത് 20. രണ്ടും സെയിം കോഫി താനേ? ക്വാണ്ടിറ്റി മാറും. അപ്പോൾ ഇത് കൊടു. അതിൽ വെക്കണമെങ്കിൽ 45, സ്റ്റീലിലാണെങ്കിൽ 20 ഉള്ളൂ. ക്വാണ്ടിറ്റിയിലും വ്യത്യാസം. അത് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ഭംഗി അത്രയേ ഉള്ളൂ. ഫിൽറ്റർ കോഫി. ഫിൽറ്റർ മെഷീനൊന്നുമില്ല. ഫിൽറ്റർ മെഷീനൊന്നുമില്ലയാ? ഫിൽറ്റർ മെഷീൻ. ഓക്കെ ഓക്കെ. ഇത് ടീയാ? നമുക്ക് കോഫി ഉണ്ടാക്കണ ലൈറ്റിൻ്റെ നീളം നോക്ക്. നിന്നെ അടിക്കാൻ കൊള്ളാടി ഇതുപോലെ എണ്ണം വാങ്ങിച്ചിരുന്നെങ്കിൽ. അടിക്കാൻ കൊള്ളായിരുന്നു. ഇതിലാണ് അവർ ഫിൽട്ടർ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഫിൽട്ടർ ചെയ്ത് വച്ചിരുന്നാലേ നമുക്ക് കോഫി ഇട്ട് തരാൻ പറ്റത്തുള്ളൂ. ആ ബുദ്ധി എനിക്ക് പോയില്ല. ഞാൻ കരുതി ഇപ്പം നമുക്ക് ഫിൽട്ടർ ചെയ്ത് തരുമെന്നാണ്. ഓൾറെഡി ഫിൽട്ടർ ചെയ്ത്. അത് കോഫിയാ? ഇത് പാല്. ഇത് കൂടെ മിക്സ് ചെയ്യും അല്ലേ? ആ ഫിൽറ്റർ കോഫി ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്നുകൂടെ അവർ ഹീറ്റ് ചെയ്തിട്ട് ഇത് കൂടെ മിക്സ് ചെയ്യും. ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല. കുഞ്ഞു കടയിൽ കയറിയിരുന്നെങ്കിൽ അറിയായിരുന്നു കേട്ടാ. പക്ഷെ ഇതിലാണ് അവർ ചെയ്യുന്നത്. ചക്കരയെല്ലാം പോട്ട്. ചക്കര എന്ന് പറഞ്ഞാൽ എന്നാ തരില്ല. അതാണ് കോഫി. മാറണ്ട മാറണ്ട, അച്ഛ അവിടെ നിൽക്കട്ടെ. താഴെ കയ്യിൽ ആവി അടിക്കരുത്. അതിൻ്റെ കൂടെ പാല് കൂടെ മിക്സ് ചെയ്യും. ഇപ്പം മെഷർമെൻ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു കോഫിക്ക് എത്രയാണ് വാങ്ങക്കണ്ടേ? നമുക്ക് അങ്ങ് പോയി ഉക്കാറില്ല. ഊഞ്ചാലാട്. നീ എടുക്കോ? നിൻ്റെ നീയുടെ. എൻ്റെതും എൻ്റെ ഏട്ടൻ്റെതും ഞാൻ എടുക്കാം. തട്ടി വീഴരുത്, കൊണ്ട് കളയരുത്. ഇത് കുറച്ചുണ്ട് കേട്ടോ ക്വാണ്ടിറ്റി. ഓ ഓക്കെ. ഇங்கே ഉക്കാര് കണ്ണേ. അവൾക്ക് തമിഴ് ഇഷ്ടമല്ല. ചൂട് കേട്ടോ. അതങ്ങനെ ഒഴിക്കും നമ്മൾ. ഏട്ട ഒഴിക്കുമ്പോൾ ചൂടാണ്. എനിക്ക് ഏട്ട ഒഴിച്ചു തരാം. ഒരു മിനിറ്റ്. അത് കോഫിയുടെ കറയാണ്. മിക്സ് പഞ്ചസാര അലിയാനായിട്ടുണ്ടേ. കണ്ടിട്ടൊരു ലുക്കൊക്കെ ഉണ്ട്. കുടിച്ചിട്ട് പറയാൻ പാടില്ല. ഒഴിച്ചേരണോ? പറ്റിയില്ലെങ്കിലും എല്ലാം സ്വന്തമായിട്ട് ചെയ്യണം. പക്ഷെ നല്ല കാര്യമാണ് കേട്ടോ, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ വേദു, വേദയ്ക്ക് ഇവിടുത്തെ ഗ്ലാസിൻ്റെ ഭംഗി കണ്ടിട്ട് ഇഷ്ടമായില്ല. അതവർ കോഫി ഒഴിച്ചൊഴിച്ച് അതിൻ്റെ കറ അതിലങ്ങനെ. നല്ല വെയിറ്റ് ഉണ്ട് ഗ്ലാസും കപ്പും. നമുക്കതുപോലെ ആക്കിയാലോ ചായ? ചായക്കപ്പ് ഇങ്ങനെയൊക്കെ കാണുമ്പോഴേ ഓരോ കൊതികളൊക്കെ തോന്നിയിട്ട് വാങ്ങിക്കും. ഞാൻ ചായ ഒഴിക്കുന്നത് ശരിയല്ല എന്നും പറഞ്ഞ് അല്ലേ ഏട്ടൻ ചായ ഒഴിക്കാൻ. പണ്ട് ചായ അടിയായിരുന്നു തോന്നുന്നു. ഓ അതും തോന്നുന്നു.
അതൊന്ന് ഞാൻ കുടിക്കാൻ പോവേണേ. ചിയേഴ്സ്. കുംഭകോണം ഫിൽറ്റർ കോഫി. നമ്മളെ കോഫിയൊക്കെ പോലെ തന്നെ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. കയ്പ സ്ട്രോങ് ആയതുകൊണ്ടാണ്. അത് വലിയ കടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നും കുഴപ്പമില്ല. ഫിൽറ്റർ കോഫിക്കുള്ള പ്രത്യേക ടേസ്റ്റ് ഒന്നുമല്ല. അവിടെയൊക്കെ ബ്ലോക്ക് ആയ ഓക്കെ, അത്രേ ഉള്ളൂ. വേദവർണ്ണൻ്റെ കുറച്ച് കയ്പുണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കുംഭകോണം ഫിൽറ്റർ കോഫിയും കുടിച്ചു കഴിഞ്ഞു. ഒരു ഗുണവും രുചിയില്ലാത്തൊരു സാധനം. നമ്മളെ കോഫി അവിടുത്തെ കുറച്ച് കടുപ്പം കൂടി ഇട്ട് തന്നാൽ മതി കേട്ടോ. 45 രൂപ. രാവിലെ കുടിച്ചത് 20 രൂപയായുള്ളൂ. അതെന്നാൽ നല്ല കോഫിയാണ്. അത്രയും കടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കൊന്നും ഈ കടുപ്പമായിരിക്കും ഇവിടുത്തെ കോഫിയുടെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത്. നമ്മുടെ ബ്രൂ കോഫി ഇട്ടാലും കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ചെട്ടിനാട്. ചെട്ടിനാട് ബിരിയാണി കഴിക്കണ്ടേ വേദു? ഇനി ഒരു ദിവസം അവിടെ ഇരിക്കണം, തല ആട്ടിക്കൊണ്ടിരിക്കണം. ഇനി ഒരു ദിവസം വൈകിട്ട് വന്ന് രാവിലെ നവഗ്രഹ അമ്പലങ്ങൾ ഒരു 6 മണിക്കെങ്കിലും തിരിച്ചാലേ നമുക്ക് എല്ലാവരും ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ കഴിയുമായിരിക്കും അല്ലേ? അത് 4 ദിക്ക്, ഓരോന്നും ഓരോ ദിക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് കവർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പാപനാശം അല്ല, ഒരു വലിയൊരു അമ്പലം കണ്ടു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കാണുന്ന അമ്പലങ്ങളെല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും ഓൾമോസ്റ്റ്. ഏത് അമ്പലം കണ്ടാലും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ. തിരുവണ്ണാമല, വിശ്വേശ്വര, നല്ലൊരു അമ്പലം. In 150 meters, turn right toward Tipirajapuram to Patishwaram Road. Turn right toward Tipirajapuram to Patishwaram Road, then turn left onto Tipirajapuram to... നമുക്ക് സുഹൃത്തുക്കളെ, കശുവണ്ടി ചുട്ട് നമ്മൾ ഇത് ഭയങ്കര പാടാണ് നമുക്ക് അവിടെ ഇട്ട് ചുടാനും വിറവും കാര്യങ്ങളൊന്നും ഇല്ലാതെ. അപ്പോൾ നമ്മൾ എവിടെ പോകണം, ചെട്ടിനാട് പോകുന്ന വഴിക്ക് നിറയെ ഇങ്ങനെ ഇരുന്ന് 2 സൈഡിലും ചുടുന്നത് കണ്ടു. 100 രൂപയാ? ഇതാ നോക്കേട്ടാ, അവർ ടേസ്റ്റ് ചെയ്യാൻ തന്നു. ഇത് സെയിം തന്നെ. ഇത് ചിരിക്കണു. വാ, ടേസ്റ്റ് ചെയ്യാൻ തന്നു. നല്ല ചുട്ടാണ്ട്. ഇതെങ്കായിരുന്നു കിടക്കണത്? ചുട്ട് ലൈവായിട്ട് അത് തന്നെ തോന്നുന്നു. നല്ല ഒരേ വെയിറ്റാ? ഇത് 250 രൂപ, ഇത് 100 രൂപ. ഇത് 1/2 കിലോ 500 രൂപ. ഇത് വിറവില് ചുടനല്ല, അത് 500. ആ, അത് 500 രൂപ. ഇത് 100 ഗ്രാം 100 രൂപ. ഒരു പാക്കറ്റ് ഇവിടെ 100, 200, 2 പാക്കറ്റ് ഇവിടെ. ഇല്ല, അത് ഇരിക്കട്ടെ. ഒരു പാക്കറ്റ് ഇവിടെ. நல்லா இருக்கு. ஒரு 100 கிராம் போடியா, ஒரு 100 போடு. കളർ കൊള്ളാം, നല്ലത്. കള്ളക്കാട്, ദീപ, ചീമ, ഞെട്ടയ. ഇത് എന്നെന്തോ അത് അമ്മ അതിൽ നിന്ന് കൊടുമ. ஆ தெரியும் தெரியும். கேரளால நிறைய இருக்கு, ஆனா இந்த மாதிரி கிடைக்கல. കൊള്ളാം. ആകാശം എപ്പോഴേ വിളിച്ചത്. അപ്പം നീ വരാത്തത് വീട്ടിൽ ചെന്നേ പൊട്ടിക്കാൻ പറ്റും. അത് പൊട്ടിച്ചാലേ പിന്നെ ലോക്ക് ചെയ്യാൻ പറ്റില്ല.
നമുക്ക് ബാക്കിൽ വെക്കാമല്ലേ. പാവം അല്ലേ അവർ ജീവിക്കാൻ വേണ്ടിയിട്ട്. ഇത് ചുട്ട സാധനം തന്നെ കേട്ടോ പാക്ക് ചെയ്യണം. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചുട്ടതോടെ വാങ്ങിച്ച് തിന്ന് നോക്കിയപ്പോൾ രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ്. കൊള്ളാം. എങ്കിലും വിലയും കുറവല്ലേ? 100 ഗ്രാം അത് ഞാൻ വയ്ക്കാൻ മറന്നു ഇടുക്കിയിൽ. 100 ഗ്രാം 100 രൂപയേ ഉള്ളൂ. വിലയും കുറവില്ലേ? 1/2 കിലോ 500 രൂപയ്ക്ക് ഞാൻ വാങ്ങി. അവിടെ എത്ര രൂപ? ഈ റേറ്റൊക്കെ തന്നെ തോന്നുന്നുണ്ടോ? എന്തായാലും നല്ല ഫ്രഷ് സാധനം കേട്ടോ. ഇത് അത് കഴിഞ്ഞത് ഫുൾ ഇത് തന്നെ കേട്ടോ. 2 സൈഡിലും നിറയെ ആൾക്കാരിങ്ങനെ കശുവണ്ടി ചുട്ട് അവരുടെ ഒരു ബിസിനസ് പോലെ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. നിറയെ ഇരിപ്പുണ്ട്. എല്ലായിടത്തും ഒരേ റേറ്റ് തന്നെയാണോ എന്തോ ആയിരിക്കും അല്ലേ? അല്ല, റേറ്റിൽ വ്യത്യാസം കാണൂല. 100 രൂപയല്ലേ ഉള്ളൂ 1/4 കിലോ. നോക്കി അവരെ കുടില് കെട്ടിയിരുന്നു. സോറി കേട്ടോ, 1/4 കിലോ അല്ല 100 ഗ്രാമാണ് 100 രൂപയ്ക്ക് തന്നത് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയി. ഞാൻ അങ്ങനെ പറയുമെന്ന് പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഇതുവഴി പോവുകയാണെങ്കിൽ 1/4 കിലോ 100 രൂപയ്ക്ക് കൊടുത്തത് കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ, അതുകൊണ്ട് പറഞ്ഞതാണേ. എന്തായാലും നിറയെ ഉണ്ട്. നല്ലൊരു കാഴ്ചയായിരുന്നു. നമ്മളും ഇറങ്ങി വാങ്ങി. നമുക്ക് വാങ്ങി എല്ലാ വീട്ടിലെല്ലാവർക്കും ഒക്കെ വാങ്ങിയായിരുന്നു. ടേസ്റ്റ് കൊള്ളാം. ചുട്ട കശുവണ്ടി അത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് വാങ്ങിയത്. നമുക്കവിടെ വീട്ടിൽ നമ്മളിതുപോലെ കശുവണ്ടി വാങ്ങിയിട്ട് ചുട്ട് ഒക്കെ കഴിക്കാറുണ്ട്. അത് ഭയങ്കര പാടാണ്. സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അവിടേക്ക് ഇട്ട് ചുട്ട് കഴിക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ 1 കിലോമീറ്ററിൽ ചെട്ടിനാട് എത്തും. ഭയങ്കര രസമുള്ള ഒരു ഗ്രാമം കേട്ടോ. നല്ല രസമുള്ള, ഇങ്ങോട്ട് വന്നപ്പോഴും നിറയെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വഴിയാണ് നമ്മൾ വന്നത്. നോക്കി എന്ത് ഭംഗിയുള്ള ഒരു ഗ്രാമമാണെന്ന്. ഇനി ടൗൺ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. വീഡിയോസിലും മറ്റും കണ്ടിട്ടുള്ളതേ ഉള്ളൂ. ചെട്ടിനാട് മാനിസൺസ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. ഓക്കെ, ടൗൺ ചെന്നിട്ട് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. സുഹൃത്തുക്കളെ, ചെട്ടിനാട് അന്വേഷിച്ചത് ഈ കാട് വഴി നമ്മൾ 2-3 പ്രാവശ്യം നടന്നു കേട്ടോ. ആരെയും കാണാത്തതുകൊണ്ട് വഴി ചോദിച്ച് വരികയാണ്. ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോൾ കാണിക്കുന്നുണ്ട്, പക്ഷെ അത് റെയിൽവേ സ്റ്റേഷൻ റോഡ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ട് എൻഡ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ നല്ല ബിരിയാണി കിട്ടുന്ന എവിടെയാണെന്നൊരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും കാരേക്കുടിയാണ് ഇതിൻ്റെ എല്ലാം മേജർ പ്ലേസ് എന്ന് പറയുന്നത്. ചെട്ടിനാടെന്ന് പേരാണെങ്കിലും ഇതാണ് ചെട്ടിനാടെന്ന് തോന്നുന്നു. അതിൻ്റെ മെയിൻ ഒരു സംഭവം കാരേക്കുടിയിലാണ്. അത് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകണം. ഇപ്പം നമുക്ക് ഇവിടെ ഒരു നല്ല ബിരിയാണി കിട്ടുന്ന കട ചെട്ടിനാട് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയാണേ. ഇതൊക്കെയാണ് കുറച്ചുകൂടെ ഒന്ന് ഫ്രണ്ടിലോട്ട് പോകുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ കൊട്ടാരങ്ങൾ. ചെട്ടിനാട് ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ്, സാരീസ്, ഇതൊക്കെ ഫുൾ ഇവിടെ ഇങ്ങനെയാണ്. ഇവിടെ ഇതൊക്കെ കാണാൻ എങ്ങനെയാണ് ഏതാണെന്നൊരു ഒരു ഐഡിയ ഇല്ല. നമുക്ക് എന്തായാലും കാരേക്കുടി പോയി ഫുഡ് കഴിക്കാം. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഹാൻഡ്ലൂം. അത് നമുക്ക് ആദ്യം ഇവിടെ ഒന്നുമില്ല ആക്ച്വലി. ഇങ്ങനത്തെ ബംഗ്ലാവ്സും അങ്ങനെയൊക്കെയുള്ള പരിപാടികളേ ഉള്ളൂ. ഇതൊക്കെ കാണാൻ വരാം, അങ്ങനെയൊക്കെ ഉള്ളൂ. ഇതുപോലെ നമുക്ക് എനിക്ക് തോന്നുന്നു സാരിയൊക്കെ വാങ്ങിക്കാൻ വരാം. പക്ഷേ ഇതിൻ്റെ എല്ലാം ഇത് കാരേക്കുടിയിലാണ്. ഫുഡ് നല്ലത് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് തന്നെ പോകണം. ഇവിടെ ഒരു 13 കിലോമീറ്റർ ഉണ്ട്. നമ്മളപ്പോൾ അങ്ങോട്ടേക്ക് ഫുഡ് കഴിച്ചിട്ട് വന്ന് റൂമും എടുത്ത ശേഷം ഈവനിങ് ഒന്ന് വരാം, അപ്പോഴറിയാം. ഇവിടെ കയറാനായിട്ട് സ്പെഷ്യൽ പാസ്സൊക്കെ വേണമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഇത് നോക്കി പഴയ കൊട്ടാരങ്ങൾ, അങ്ങനെ പെർമിഷൻ വേണോ ഇല്ലേ എന്നൊക്കെ ഉള്ളതൊന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര രസമാട്ടോ. ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. സാരി വാങ്ങുന്നതിനോട് ഒപ്പം ഇതിനകമൊക്കെ കാണാൻ കയറണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. നടക്കുമെന്ന് അറിയില്ല. ചേട്ടൻ പറയുന്നത് സ്പെഷ്യൽ പെർമിഷൻ ഉണ്ടെങ്കിലേ കയറ്റി നടത്തുന്നുള്ളത്. ഒരു ചേട്ടൻ പറഞ്ഞു ഇവിടെ ഒരു നല്ല മെസ്സുണ്ട്, വന്നാൽ മതി, നല്ല ബിരിയാണിയൊക്കെ കിട്ടുന്നു. ഇവിടെ എങ്ങും വെജിറ്റേറിയൻ ആണ്, നോൺ വെജ് കിട്ടില്ല എന്ന് വേറൊരാൾ പറയുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കാരേക്കുടി വലിയൊരു ടൗണാണ്, അങ്ങോട്ടേക്ക് പോവാം. സമയം 3 മണി ആവാൻ പോകുന്നു. 2:30 മണി എന്തോ ആയി. പക്ഷേ നമ്മളിതുവരെയും ഒന്നും കഴിച്ചില്ല. വിശപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ എങ്കിലും ബിരിയാണി ആയതുകൊണ്ട് വിശപ്പാണ്. ഇതാണ് കാരേക്കുടി ജംഗ്ഷൻ. വലിയ ജംഗ്ഷൻ കേട്ടോ, വലിയ ടൗൺ. നമ്മളൊരു കടയ്ക്ക് മാപ്പ് ഇട്ടൊക്കെയാണ്. ചെട്ടിനാട് എന്ന് പറഞ്ഞാലും ഈ ഒരു കാരേക്കുടിയാണ്. നമുക്ക് മരങ്ങളൊക്കെ നിറയെ നിന്ന് കാണുന്നത് ഭംഗിയൊന്നും. പുള്ളിമരമാണ്. വേപ്പ് എല്ലാം വേപ്പ് അല്ല. പറഞ്ഞു വന്നത് ചെട്ടിനാടാണെങ്കിലും മെയിൻ ടൗൺ ഇതാണ് കേട്ടോ. ഇവിടെയാണ് എല്ലാം. ചെട്ടിനാടെന്ന് പറയുന്നത് ജസ്റ്റ് കുറേ മറ്റേ ബംഗ്ലാവുകൾ മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മൾ മാപ്പ് ഇട്ട് വന്ന കട, നിള. ഗൂഗിൾ മാപ്പിൽ 4.9 റേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടോ അപ്പുറത്ത് നല്ലൊരു കട നമ്മൾ കണ്ട് ആ സൈഡിലോട്ട് ചോദിച്ചോ ബിരിയാണി ഉണ്ടോയെന്ന് ചോദിച്ചോ. നിള
നോക്കട്ടെ, ഫുഡ് കഴിച്ച് നോക്കട്ടെ. 149 and 1 biryani. സദ്യ ഉണ്ട്, ഊണുണ്ട്, ക്യാമറ ഐസ്ക്രീം. ഇവിടെ ക്ലീൻ മീൽസ് വേണം. ബിരിയാണി പോകും. 3 ചെട്ടിനാട് ബിരിയാണി തന്നെ. മട്ടൻ ഇല്ല, അത് സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ മട്ടൻ. ചോറ് സ്പെഷ്യൽ, 3 ചിക്കൻ ബിരിയാണി പോകും. ഉപ്പ് കറി വേണം, വേണം, ഒന്നും വേണം. 3 ചിക്കൻ ബിരിയാണി പോകും. മീൽസിൽ ഫിഷ്, മട്ടൻ്റെ കറി, ചിക്കൻ കറി എന്തൊക്കെ വരും എന്ന് പറഞ്ഞു. നമ്മൾ ബിരിയാണിൻ്റെ വന്നത്. ബിരിയാണി കഴിക്കാം, മീൽസ് നമുക്ക് അങ്ങനെ പിടിക്കില്ല. ടോയ്ലറ്റ് പോകണമായിരുന്നു, റൂം എടുത്തിട്ട് പോകാമല്ലോ. அங்க அங்க பெங்காவெல்லாம் பார்க்கிறதுக்கு ஸ்பெஷல் பர்மிஷன். ஸ்பெஷல் ஆரமாறு நிறைய இருக்குங்க. அந்த சாரி ஸ்பெஷல் தான், நல்லா இருக்குங்க. സാരിയുടെ കാര്യം അവർക്ക് അറിയില്ല. சாரி வந்து ஃபுல்லா நம்ம வீட்டுக்கு தான் எடுக்கலாம். ஒரு ஹோட்டல்ஸ் அந்த மாதிரி சிக்கன் பிரியாணி ஆகுது. ചിക്കൻ ബിരിയാണി വലിയ റൈസാണ്. നമ്മുടെ ആസിഫ ബിരിയാണിയുടെ മണം. എല്ലാത്തിലും ഒരു ലെഗ് പീസ് ഉണ്ട്. ആസിഫ ബിരിയാണിയൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ്. ആമ്പൂർ ബിരിയാണി അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്, പക്ഷെ കൊള്ളാം. ഇതാണോ ചെട്ടിനാട് ബിരിയാണി എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ബിരിയാണി നൈസാണ്. ഒരു പായസം കൊണ്ടുവച്ചിട്ടുണ്ട് അവർ, സാലഡ്, ചിക്കൻ കുളമ്പ് ഒഴിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഒന്ന് ഒഴിച്ച് കഴിച്ചു നോക്കാം. ശർക്കര വേണോ? വേണ്ട, നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ്. വെറും ബിരിയാണി മതി. സാലഡ് കൂടെ വേണമെങ്കിൽ എടുക്കാം. ബിരിയാണി കഴിച്ചു, ഒരു ഐസ്ക്രീം, ഇനി റൂം. തൊട്ട് ഫ്രണ്ടിൽ ഒരു ഹോട്ടലുണ്ട്. ഇവർ പറയുന്നു കൊള്ളാമെന്ന്. നമുക്കൊന്ന് നോക്കി നോക്കാം റൂമൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത്. എനിക്ക് അവിടെ റൂം എടുക്കാം. കിടന്ന് ഇനി അലയാൻ വയ്യ. ഇന്നലെ റൂം എടുത്തതിൻ്റെ ക്ഷീണം വരെ മാറിയില്ല. എവിടെയാണ് ശബ്ദം എവിടെയോ കേൾക്കണം കേട്ടാ. അത് ആ കമ്പി അടിക്കണം വീട് പണിക്ക്. ആരെയും കാണാനൊന്നുമില്ല, ഉണ്ടായിരുന്നു ഇവിടെ. ആഹാ, നല്ല പൈസ ആയിരിക്കും മിക്കവാറും. റൂം എടുക്കാ ഇപ്പോഴത്തേക്ക് തിരുകാവ് PO TVM കേരള. ചെക്കൗട്ട് ടൈം நீங்கள் இப்போ செக்இன் ஆகுறீங்களா 3:40, நாளைக்கு சேம் இதே டைம். ഒരു ഡേ കൂടെ എക്സ്ട്രാ വേണമെന്ന്. 1 hour ஒரு half an hour தான் மேக்ஸिमम உங்களுக்கு 1 hour தரேன். ഓക്കെ 4:40க்கு நீங்க செக். ഓക്കെ. അല്ല, എക്സ്ട്രാ ഒരു ഡേ കൂടെ വേണം. கவர் ஆகாம ഇല്ല, 2 പേരെ വേണമാ? அதை நீங்கள் மார்னிங் சூஸ் பண்ணிக்கோங்க. உங்களுக்கு பிச்சம்மை மெஸ்ன்னு சொல்லிட்டு இங்கே ஒரு மெஸ் இருக்குது. அங்கே போனீங்கன்னா பெர் ஹெட் 400 அன்லிமிட்டட். எந்த டைமு நல்லா இருக்கா അവിടെ? 12:30 അല്ല, ഉച്ചക്കാ നൈറ്റാ? ലഞ്ചാ നൈറ്റാ? നല്ല ലഞ്ച്. பெர் ஹெட் 400 நான்வெஜ். அங்கே அன்லிமிட்டட் சார். கடைக்கு பேர் என்ன? நான்வெஜ் தராங்க. பிச்சம்மை மெஸ் 5 டைப்ஸ் ஆஃப் நான்வெஜ் தராங்க. நாளைக்கு போ. ஆனால் எல்லாமே அன்லிமிட்டட் தான். வெஜிடேரியன் ஆல்சோ அன்லிமிட்டட் தான். 100 rupees வெஜிடேரியன். அது ஒரு 1 കിലോമീറ്റർ 1. ഓക്കെ, എല്ലാം മാപ്പൊക്കെ കേട്ടാ. ലോക്കൽ தான். ശരി ശരി, ഓക്കെ, താങ്ക് യു. റൂം കുഴപ്പമില്ല. 3270 രൂപയാണ് റൂം റെൻറ്റ്. പക്ഷെ വേദയ്ക്കും നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം.
അതവർ വ്യക്തമായിട്ട് പറഞ്ഞ കേട്ടോ. 700 രൂപയാണ്. ഇല്ല പോടുങ്കോ കുഴപ്പമില്ല പോയിട്ട് ഏസി. അപ്പോൾ അവർ വ്യക്തമായിട്ട് പറഞ്ഞു 700 രൂപ കൊടുത്താൽ എക്സ്ട്രാ ഒരു ബെഡ് തരും. അത് താഴെ ഇട്ട് തരത്തുള്ളൂ എന്ന് അവർ പറഞ്ഞു. 780 രൂപ എന്നുണ്ടല്ലേ. അത് കഴിഞ്ഞ് അല്ല നിങ്ങൾക്ക് 3 ബെഡായിട്ട് വേണമെങ്കിൽ 3600 രൂപ റൂം റെൻറ്റ് പറഞ്ഞു. നമ്മൾ പിന്നെ ഇന്നൊരു ദിവസം നാളെ നമ്മൾ മിക്കവാറും പോകും. അതുകൊണ്ട് പിന്നെ 3270 രൂപ വരെ ഫ്ലോർ ബെഡിൻ്റെ പറഞ്ഞു. പക്ഷെ ഇതിന് 1500 രൂപ വാങ്ങിച്ചിട്ടാണ് അവർ നമുക്ക് തറയിൽ ബെഡ് തന്നത്. അതിനാണ് ഞാൻ പ്രതിഷേധിച്ചത് കേട്ടോ. അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല ഇത്. പക്ഷേ കുഴപ്പമില്ല, അവർ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു. 780 രൂപ പെർ ഹെഡ് അവർ പറയുന്നുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ നോക്കണ? കോഫിയുടെ ഉള്ളതാ. നമ്മൾ ഒന്ന് റൂമിൽ വന്ന് ഒന്ന് കുറച്ച് സമയം വേദമായിട്ടൊക്കെ കളിച്ച്, ഞാൻ കളിക്കാനൊന്നും നിന്നില്ല കേട്ടോ. അച്ഛനും മോളും കൂടെ കളിയൊക്കെ കഴിഞ്ഞ് 4:30 മണിയായി. ഇപ്പോൾ ജസ്റ്റ് ഇവിടുത്തെ അവർക്കാർക്കും വലിയ പിടിയില്ല അവിടെ സാരീസൊക്കെ എങ്ങനെയായതാന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് അടുത്തൊരു കടയുണ്ട്, അവിടെ പോയി ഒന്ന് അന്വേഷിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് പോയി ആ കടയിൽ നോക്കിയിട്ട് വരാമെന്നില്ല. ഇവിടെ കയറിയാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഹോട്ടൽ നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ ചെട്ടിനാട് സാരി നിങ്ങളൊക്കെ വാങ്ങൂലേ? വാങ്ങുമെന്നുള്ള വിശ്വാസത്തിലാട്ടോ ഞാൻ എടുക്കുന്നത്. കാരണം ചിലർ ഈ ചെട്ടിനാട് സാരി, കാഞ്ചീപുരം സാരി അങ്ങനെയൊക്കെയുള്ള പ്രത്യേകം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിലരിങ്ങനെ ഭയങ്കരമായിട്ട് വാങ്ങി ഇങ്ങനെ ഒരു സൂക്ഷിച്ച് വെക്കാനായിട്ടൊക്കെ. ഇപ്പോൾ സാരി ഉണ്ടെങ്കിൽ അമ്മമാർക്കൊക്കെ ഓരോന്ന് വാങ്ങണം എന്നൊരാഗ്രഹമുണ്ട്. നോക്കട്ടെ എങ്ങനെയാ ഏതാന്നൊക്കെ ഉള്ളത്. അതാണോ എന്തോ കട? അവിടെ നിറയെ സാരി ബുട്ടീക്കല്ലാന്ന് അവർ പറഞ്ഞു. കയറി നോക്കാം. നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള സ്ട്രീറ്റിലെല്ലാം കയറി ഇറങ്ങി ഇങ്ങനെ നോക്കുവാണ്. പക്കാ ചെട്ടിനാട് സാരീസും അല്ലാത്തതും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ചെട്ടിനാട് സാരീസ് മാത്രമാണ് ഇപ്രാവശ്യം വാങ്ങുന്നത്. കുഴപ്പമില്ല, നല്ല സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റേതായ റേറ്റും കൂടുന്നുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ള വേറെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത കുഞ്ഞു സാരികൾക്ക് അതിൻ്റേതായ വിലയുള്ളൂ കേട്ടോ. പക്ഷെ ഒന്ന് ഡിസൈൻ ഒരു ബൂട്ടാവ കൂടെ ആഡ് ആകുമ്പോൾ തന്നെ അതിൻ്റെ റേറ്റ് ചേഞ്ച് ആവുകയാണ്. പ്ലെയിൻ സാരിക്കൊക്കെ ആണെങ്കിൽ നല്ല റേറ്റ് കുറവുണ്ട്. അത് ഒരു ഭംഗിയില്ല കേട്ടോ. അത് ഇതുപോലത്തെ സാരിക്കൊക്കെ ആണെങ്കിൽ ഇത്രയും ഡിസൈൻ ഉള്ളത് കൊണ്ട് കുറച്ച് കൂടുതലാണ്. പക്ഷേ കുറച്ച് പ്ലെയിൻ ഒന്നുമില്ല, ഒരു കുഞ്ഞു ബോർഡർ മാത്രമാണെങ്കിൽ നല്ല വിലക്കുറവില്ല. അതിനും കൊടുക്കണം പൈസ. പക്ഷേ എങ്കിലും മറ്റത് കമ്പയർ ചെയ്യുമ്പോൾ ഇല്ല കേട്ടോ. ആ ഒരു സ്ട്രീറ്റിൽ ഈ ഒരു സാരിക്കൊക്കെ ഭയങ്കര വിലക്കുറവാണ്. ഭയങ്കര എന്ന് പറയുമ്പോൾ ഒരു 800 രൂപ അടുപ്പിച്ചൊക്കെയാണ് ആ സാരിക്ക് വില പറയുന്നത്. ബിക്കോസ് ഇവിടെ ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നുണ്ട്. അവർ ചോദിക്കുന്ന വില കൊടുത്ത് സാധനം വാങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് സെയിലിന് വേണ്ടിയിട്ട് ഈ വക സാധനങ്ങൾ വാങ്ങിയിട്ട് പോയാൽ നമുക്ക് ശരിയാവത്തില്ല കേട്ടോ. നമ്മളിങ്ങനെ വേവ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് നോക്കുന്നത്. ഇത് ജസ്റ്റ് അടുത്തുള്ള കടകളിലാണ് കയറി നോക്കിയത്. അപ്പോൾ അവർക്ക് വേവിങ് ഉണ്ട്, അവർ തരാം എന്നൊക്കെ പറയുന്നുണ്ട്, നല്ല സാധനങ്ങളുണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും എനിക്ക് സത്യമായിട്ടും വിലയും തുണികളും തമ്മിൽ ഒരു മാച്ചില്ല. തുണികൾ കൊള്ളാം, പക്ഷെ വില നമുക്ക് ഒട്ടും പറ്റില്ല. നമ്മൾ ഈ ഒരു റേറ്റിനൊക്കെ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ വാങ്ങിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എടുത്തില്ല. കുറേയേറെ കടകൾ അവിടുത്തെ സ്ട്രീറ്റുകളിലെല്ലാം നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തും പിന്നെ അവിടുന്ന് ഓരോരുത്തരായിട്ട് ചോദിച്ചു എവിടെ കിട്ടും നല്ല സാരി, എവിടെ വേവ് ചെയ്യുന്നിടമുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പോയില്ലേ ചെട്ടിനാട്, അവിടെയൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഇതിലും വിലയായിരിക്കും. കാരണം അവിടെ മെയിൻ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. അവിടെ അവർ നല്ല വിലക്കായിരിക്കും കൊടുക്കുന്നത്. അത് പറ്റത്തില്ല നമുക്ക്. ഇതാണ് കാരക്കുടി സിറ്റി എന്ന് പറയുന്നത് കേട്ടോ. നിറയെ കടകളുണ്ട്. ഓരോ സ്ഥലത്തും കുറച്ച് ബെറ്റർ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുന്ന, നമ്മളിപ്പോൾ നിങ്ങൾക്ക് തരുമ്പോൾ ഒരു ഡീസൻറ്റ് റേറ്റ് ഇട്ട് തന്നില്ല എങ്കിൽ നിങ്ങളാരും വാങ്ങത്തില്ല. ഗൂഗിൾ അമ്മച്ചി പറയട്ടെ, നിങ്ങളാരും വാങ്ങത്തുമില്ല, നമുക്ക് അങ്ങനെ തരാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് റീസണബിൾ ആയിട്ട് കിട്ടുന്ന, അതെ ക്വാളിറ്റിയും കൂടെ ഉള്ള സാധനം നോക്കണം. നമ്മൾ വാങ്ങുമ്പോൾ എപ്പോഴും കുറച്ച് റീസണബിൾ റേറ്റിലും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി സാധനവും നിങ്ങൾക്ക് തന്നാലല്ലേ നിങ്ങൾ വാങ്ങത്തുള്ളൂ. അപ്പം ഞാൻ അത് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. നിങ്ങളിപ്പോൾ 1-2 കടയിൽ കയറി, അവിടെ ഒന്നും എനിക്കിഷ്ടമായില്ല സത്യമായിട്ട് പറഞ്ഞാൽ. വേറെ 2-3 കടകൾ കൂടെ ഇങ്ങനെ നോക്കി പോവുകയാണേ. ഓക്കെ, നല്ല വലിയ സിറ്റി. Turn right onto MM Street.
യെസ് ഗൈസ്, നമ്മൾ ഫൈനലി നമ്മുടെ ഹോട്ടലിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു സ്ട്രീറ്റ് ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല കേട്ടോ. ആ സ്ട്രീറ്റിൽ ഫുൾ ഹാൻഡ്ലൂം നെയ്ത്ത് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആ ഒരു സ്ട്രീറ്റിലാണ് വന്നത്. ഇവിടെ നിന്ന് ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങൾ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇനി ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനം ഭയങ്കര വിലയായിരിക്കും. വില ആയാൽ നിങ്ങൾ വാങ്ങത്തുമില്ല. അതുകൊണ്ട് വിലയും ക്വാളിറ്റിയും എല്ലാം നോക്കി നല്ലതാണെങ്കിൽ മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഉള്ള എല്ലാ കടകളിലും കയറി ഒന്ന് നോക്കാം. അതിൽ നമുക്ക് റീസണബിളായിട്ട് തോന്നുന്നതും ക്വാളിറ്റി സാധനങ്ങളുള്ളതും നോക്കിയിട്ട് നമുക്ക് എടുക്കാം. അറിയാമല്ലോ, ഹാൻഡ്ലൂം സാരികൾക്കെല്ലാം റേറ്റ് കൂടുതലാണ്. ഇവിടെ എല്ലാം ഹാൻഡ്ലൂം അവർ തന്നെ നെയ്യുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമായതുകൊണ്ട് ചെട്ടിനാട് സാരി എന്ന് പറഞ്ഞ് വാങ്ങിക്കാനായിട്ട് അവർ നിറയെ വാങ്ങുന്നവരുണ്ട് കേട്ടോ. കടകളിലെല്ലാം മറ്റുള്ള സ്ഥലത്തുള്ള ആൾക്കാരാണ് ചെട്ടിനാട് സാരി വാങ്ങാനായിട്ട്. ഒരു സാരിയെങ്കിലും നമ്മൾ ചെട്ടിനാട് വരുമ്പോൾ അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞ് വാങ്ങി വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് വാങ്ങുന്നവരാണുള്ളത്. അപ്പോൾ എത്ര രൂപ ചോദിച്ചാലും അതനുസരിച്ച് വാങ്ങും. ഒട്ടും വോക്കൊന്നും ഇല്ലാത്ത സാരികൾക്കൊക്കെ വിലക്കുറവുള്ള കേട്ടോ. അതിന് തന്നെ 800 രൂപയ്ക്കാണ് വില വരുന്നത്. എങ്കിലും മാക്സിമം ഞാൻ നല്ലത് നോക്കി ഇവിടെ തന്നെ വേവ് ചെയ്യുന്ന സാരികൾ ഞാൻ പറഞ്ഞു, ഇവിടെ ചെട്ടിനാടും ഉണ്ട്, അല്ലാത്ത സാരികളും ഫാൻസി സാരികളും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്കിവിടെ വേവ് ചെയ്യുന്ന ചെട്ടിനാട് സാരി മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ആ സ്ട്രീറ്റിലുള്ള ഓരോ കടകളെ ഞാൻ കയറി ഇറങ്ങി. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയതും നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു റേറ്റ് ഇട്ട് നിങ്ങൾക്ക് തരാൻ തോന്നിയതൊക്കെ ആയിട്ടുള്ള സാരികൾ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പ്യോർ ഹാൻഡ്ലൂം ചെട്ടിനാട് സാരീസാണ് ഞാനിപ്പോൾ എടുത്തത് കേട്ടോ. അത്യാവശ്യം ഡിസൈൻസും കാര്യങ്ങളും ഒക്കെയുള്ള അത്യാവശ്യം നല്ല സാരീസ് കേട്ടോ. ഞാൻ ഈ ഹാൻഡ്ലൂം ഉള്ള കടകളിലാണ് കയറി അവിടുത്തെ സാരികളാണ് എടുത്തത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പ്ലെയിൻ സാരികൾ ഒരു ഭംഗിയില്ല. നമുക്കിപ്പോൾ ജസ്റ്റ് ചെട്ടിനാട് സാരി എന്ന് പറഞ്ഞ് സൂക്ഷിക്കാനാണെങ്കിൽ ഉള്ള സാരീസ് ഉണ്ട്. ഇപ്പം നമ്മുടെ നിന്ന് നിങ്ങൾ വാങ്ങുന്നത് ഉറപ്പായിട്ട് അത് ഉടുക്കാൻ വേണ്ടിയായിരിക്കുമല്ലോ, സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. അപ്പോൾ കുറച്ച് ഭംഗിയുള്ള സാധനം എടുത്താലേ പറ്റത്തുള്ളൂ. അങ്ങനെ എല്ലാ കടകളും ഞങ്ങളൊരു 5 മണിയായപ്പോൾ ഇറങ്ങി ഒരു 10-11 മണി വരെയും കറങ്ങി നടന്ന് ഓരോ സ്ഥലത്തായിട്ട് കയറി ഇറങ്ങി വില, തുണിയുടെ ക്വാളിറ്റി, തുണിയുടെ ഭംഗി ഇതെല്ലാം നോക്കിയാണ് എടുത്തത്. ഫൈനലി ഈ കടയിൽ വന്നപ്പോൾ എനിക്ക് കുറച്ച് കളക്ഷൻസ് ഉള്ളതായിട്ടൊക്കെ തോന്നി. ഇവർക്ക് തൊട്ടപ്പുറത്ത് തന്നെ വേവിങ് ഉണ്ട്. എല്ലാ കടകൾക്കും വേവിങ് ഉണ്ട്, അതിൻ്റെ കൂടെ ചേർന്നതിനൊരു കടയും ഉണ്ട്. അവർ കുറച്ച് കളക്ഷൻസൊക്കെ എടുത്തിട്ട് വന്നപ്പോൾ എനിക്ക് കുറച്ചൊക്കെ ഒന്ന് ഇഷ്ടമായി. മീൻസ് ഭയങ്കര ഹെവി വർക്ക് ഉള്ളതെല്ലാം അത്യാവശ്യം റേറ്റ് കൊടുക്കണം. ആ ഒരു എമൗണ്ട് നമ്മളിതുവരെ വസ്ത്രയിൽ കൊണ്ടുവന്നിട്ടില്ല, എങ്കിലും ഞാൻ എടുത്തു. കുറച്ച് സാരീസ് നമ്മൾ എടുത്തിട്ടുണ്ട്, വളരെ കുറച്ച് എടുത്തിട്ടുള്ള കേട്ടോ. നല്ല ഭംഗിയുള്ള സാരികൾ വേണമെങ്കിൽ അതിൻ്റേതായ എമൗണ്ട് കൂടും. 2000 എബോ ഒക്കെ വരുന്നുണ്ട്. ഞാൻ 2000-ഒക്കെ നിങ്ങൾക്ക് തന്നാൽ തന്നെ അടിയും തന്ന് നിങ്ങൾ വിടും. അതുകൊണ്ട് നമ്മുടെ ബഡ്ജറ്റിന് പറ്റുന്ന നല്ല ക്വാളിറ്റി സാധനങ്ങൾ നോക്കി വളരെ കുറച്ച് കളക്ഷൻസാണ് എടുത്തത്. അതിലൊന്ന് കള്ളിക്കാട് അമ്മയ്ക്കും ദീപ ചേച്ചിക്കും എൻ്റെ അമ്മയ്ക്കും കൂടി എടുത്തിട്ടുണ്ട്. വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കളക്ഷൻസൊക്കെ കാണിച്ചു തരാം. കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു എത്ര പീസ് എടുത്തിട്ടുണ്ടോ? 10-15 പീസിനുള്ളിൽ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇതുപോലെ ഓരോ സ്ഥലത്ത് പോകുമ്പം ഇതുപോലെ അവിടുത്തെ വെറൈറ്റി സാധനങ്ങൾ എടുക്കണമെന്നാണ് ആഗ്രഹം. ഒരുപാട് തേടി നടക്കണം കേട്ടോ. നമ്മൾ ഒരുപാട് കടയിൽ കയറിയിട്ടാണ് ഫൈനലി ഇവിടെ വന്നതും കുറച്ച് കളക്ഷൻസ് ഉള്ളതായിട്ട് തോന്നിയതും കുറച്ച് റേറ്റിലൊക്കെ നല്ലതും കുറച്ച് അത്യാവശ്യം കളക്ഷൻസ് ഉള്ള ഒരു കടയായിട്ടാണ് എനിക്ക് തോന്നിയത് ഇവിടെ. ഇതാത് അമ്മയ്ക്കൊക്കെ എടുത്ത സാരി, ചെട്ടിനാട് കോട്ടൺ സാരി. ഇതിൻ്റെയൊക്കെ വേറെ പീസസ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഇപ്പം തന്നെ ബുക്ക് ചെയ്തോളൂ, പിന്നെ ഇടാൻ കിട്ടില്ല. ഇത് നോക്കിയേ, എന്താ അടിപൊളി സാരികളാന്ന് നോക്കിയേ. കളർ കോമ്പിനേഷൻ നോക്ക്, ബ്ലാക്ക് ആൻഡ് റെഡ്. ബ്ലാക്ക് ആൻഡ് റെഡ് ഇല്ല എങ്കിലും എനിക്കിപ്പോൾ കാണിക്കണം. അടിപൊളി ചെട്ടിനാട് സാരി, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ചെട്ടിനാട് സാരികൾ വേറെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം കൂടെ ഇവിടെ നിന്ന് ഞാൻ കാണിക്കുന്നില്ല. ഇത്രയും നമ്മൾ ഷോപ്പ് ചെയ്തിട്ടുള്ളൂ. നോക്കിയാൽ നല്ലൊരു ഇത് കരക്കുടി നമ്മളെ ചാലയം മാർക്കറ്റൊക്കെ പോലെ ഒരു മാർക്കറ്റാണ് തോന്നുന്നത്. നല്ലൊരു ബിസി സ്ട്രീറ്റാണ് കാണുന്നത്. പാത്രക്കടയുണ്ട്, തുണിക്കടയുണ്ട്, സ്വർണ്ണക്കടയുണ്ട്, എല്ലാം ഉണ്ട്. ചാല മാർക്കറ്റ് തന്നെ. ഈ റൗണ്ട് നമ്മൾ 3ാമത്തെ പ്രാവശ്യമാണ് കറങ്ങുന്നത് കേട്ടോ. ഗൂഗിൾ അമ്മച്ചി വഴി പറഞ്ഞു തരും. നമ്മൾ വേറൊരു വഴി കൂടെ പോകണം. ഭാഗ്യത്തിന് പോലീസില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. 3ാമത്തെ പ്രാവശ്യമാണ് കറങ്ങുന്നത്. ഇവിടെ ആക്ച്വലി ഹോൾസെയിൽ ഷോപ്പോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ റീറ്റെയിലായിട്ട് തന്നെയാണ് സാരീസ് എല്ലാം വാങ്ങിയത്. നമ്മൾ ചോദിച്ച വിലയിട്ട് തന്നെ കേട്ടോ വാങ്ങിയത്. ഡിസ്കൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ നല്ല സാരീസ് എനിക്കിഷ്ടപ്പെട്ടു. ചെട്ടിനാട് സാരീസ്
നല്ല സാരീസ് ഭയങ്കര രസമുള്ള ചെട്ടിനാട് പക്ക ട്രഡീഷണൽ ഒരായിട്ടുള്ള സാരീസ് തന്നെയാണ് ഞാൻ എടുത്തത്. വേറെയും സാരീസൊക്കെ ഉണ്ട് കേട്ടോ, വേറെ മഹേശ്വരി കോട്ടനോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കോട്ടൺസൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് ചെട്ടിനാട് സാരീസ് മാത്രം മതി എന്ന് പറഞ്ഞ് അങ്ങനെയാണ് കുറച്ച് സാരീസ് എല്ലാം എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് വേദയ്ക്ക് മിൻസോയിൽ കയറണമെന്ന് വന്നപ്പോൾ മുതലേ പറയുകയാണ്, ഈ സാധനം ലുലുവിലും മറ്റു സ്ഥലങ്ങളിലും ഉണ്ടെങ്കിലും അവൾക്ക് ഇവിടെ വന്നപ്പോൾ കയറിയേ പറ്റത്തുള്ളൂ, അവൾക്ക് എന്തോ സാധനം വാങ്ങിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് അച്ഛനെയും വിളിച്ചുകൊണ്ട് കയറുകയാണ്. ഞാൻ പറഞ്ഞു ഞാനൊന്നും വാങ്ങിത്തരില്ല, എനിക്ക് എൻ്റെ അച്ഛൻ വാങ്ങിത്തരുമെന്ന് പറഞ്ഞാണ് അച്ഛനെയും കൊണ്ട് രണ്ടുപേരും കയറുകയാണ്. പിന്നെ എന്നോട് പറഞ്ഞു ഞാൻ തിരുപ്പതിയിൽ നിന്നും ഒന്നും വാങ്ങിയില്ലല്ലോ, എനിക്ക് എന്തെങ്കിലും വാങ്ങിത്തായോ എന്ന് പറഞ്ഞു. പിന്നെ ശരി എന്തെങ്കിലുമൊക്കെ വാങ്ങട്ടെ എന്ന് എഴുതി നേരെ അവിടേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ വേദയെ സംബന്ധിച്ചിടത്തോളം വേദയ്ക്ക് നിർബന്ധം ഇല്ല, വേണം എന്ന് പറയും, വാങ്ങിച്ച് വേണ്ടത് അത് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ശരി വേണ്ട, കരച്ചിലോ പിഴിച്ചിലോ അങ്ങനെയൊന്നുമില്ല, കുറച്ച് സമയം ഒന്ന് വീർപ്പിച്ചൊക്കെ ഇരിക്കും, പിന്നെ അതങ്ങ് മാറും കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ വാങ്ങി കൊടുക്കാത്തതിൻ്റെ കാര്യം വേദയ്ക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവൾ ചോദിക്കാതെ തന്നെ ഞാൻ വാങ്ങി കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് വേദയ്ക്ക് അത്രയും വിഷമവും കാര്യങ്ങളും ഒന്നുമില്ലാത്തതും അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവൾക്ക് ഉണ്ടും താനും. അപ്പോൾ ഇവിടെ കയറിയിട്ട് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതേ ഒരു ഡയറിയൊക്കെ എടുക്കുകയാണ്, എന്തോ സ്റ്റിക്കർ ജേണൽ ചെയ്യാൻ എനിക്കൊരു ഡയറി വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ എടുക്കുന്നത്. എന്തൊക്കെയോ സാധനങ്ങൾ നോക്കുന്നുണ്ട്, പക്ഷെ അവൾക്ക് അത് മാത്രം മതി. പിന്നീട് ഞാൻ ഉദ്ദേശിച്ച സാധനം ഇവിടെ ഇല്ല, എനിക്ക് ഓൺലൈൻ മേടിച്ച് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഓൺലൈൻ മേടിച്ച് തരുന്നത് എനിക്കിപ്പോൾ ആവശ്യമുള്ള സാധനം വാങ്ങിച്ചുകൊണ്ട് വാ, പെട്ടെന്ന് വാ എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ഹോട്ടൽ റൂമിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ആ ഒരു സ്ട്രീറ്റിലാണ് ഈ ഒരു മിൻസോയൊക്കെ ഉള്ളത്. വാങ്ങിയിട്ട് നമ്മളൊന്ന് റൂമിൽ പോയി ഒന്നുകൂടെ ഒന്ന് ഫ്രഷ് ആയ ശേഷമാണ് അടുത്ത ഡിന്നർ കഴിക്കാനായിട്ട് ഇറങ്ങിയത്. ഒരു 10 മണിയൊക്കെ ആവും കേട്ടോ, 9:30-10 മണിയാവും, ഇത് 9:30 മണിയൊക്കെ ആവും തോന്നുന്നു. എന്നിട്ട് 10 മണിയൊക്കെ ആയപ്പോൾ ഹോട്ടലിൽ തന്നെ ചോദിച്ചു എവിടെ നല്ല ഫുഡ് കിട്ടും. അപ്പോൾ അവർ വെജൊക്കെയാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു വെജ് വേണ്ട, നോൺ വെജ് മതി, ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡെല്ലാം നല്ല ടേസ്റ്റാണ്, ഇഡ്ഡലി സാമ്പാറൊക്കെ ഭയങ്കര ടേസ്റ്റാണ് എന്നൊക്കെ ഇവിടെയുള്ള റിസപ്ഷനിലെ ചേട്ടന്മാർ പറയുന്നുണ്ട്. പക്ഷേ ഇഡ്ഡലി സാമ്പാർ കഴിച്ചു മടുത്തത് കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. യെസ്, മിൻസുവിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാനൊരു ചായ കുടിച്ചു കേട്ടോ. വൈകുന്നേരം ചായ പോലും കുടിച്ചില്ല. നമ്മളൊരു 3 മണിയൊക്കെ ആയപ്പോഴാണ് ബിരിയാണി കഴിച്ചത്. പിന്നെ ഒന്ന് റൂമിലൊക്കെ പോയി ഒന്ന് കിടന്ന് ഫ്രഷായിട്ടൊക്കെ വന്ന് പിന്നെ ചായ കുടിക്കാതെ നേരെ നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് പോയിട്ടോ. ഷോപ്പിങ്ങിന് കയറിയപ്പോൾ പിന്നെ ചായ കുടിക്കണമെന്നോ അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ വയറ് ആ ബിരിയാണി കഴിച്ചത് ഫുള്ളായി ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിനി ഒന്നും കഴിക്കാൻ വേണ്ട, എനിക്കൊരു ചായ മാത്രം വാങ്ങി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു ചായ വാങ്ങി കുടിക്കുകയാണ് കേട്ടോ. അച്ഛനും മോളും ഒന്നും ചായ ഒന്നും വാങ്ങി കുടിച്ചില്ല, കാരണം സമയം കഴിഞ്ഞ് ചായ കുടിക്കേണ്ട. ഞാൻ ഈവനിങ് ഒന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ചായ കുടിച്ചത് കേട്ടോ. ചായം കുടിച്ചിട്ടാണ് നേരെ റൂമിൽ പോയപ്പോൾ അവർ തൊട്ടടുത്ത് നോൺ വെജ് നല്ല കിട്ടുന്ന കട, അപ്പോൾ ഈ കട നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച കട നല്ലതാണെന്ന് പറഞ്ഞു. ഉച്ചയ്ക്കും അവിടെ നിന്ന് കഴിച്ചത് കൊണ്ടാണ് വേറൊരു കട നോക്കാമെന്ന് കരുതിയത്. അപ്പോൾ അവർ പറഞ്ഞു കാരക്കുടി കിച്ചൺ എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ കേട്ടോ, ഒരു കിലോമീറ്റർ ചുറ്റളവിലേ ഉള്ളൂ, അവിടെ ചെന്നാൽ നല്ല നോൺ വെജ് ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ നടന്ന് പോകാൻ ദൂരെ ആക്ച്വലി ഉള്ളൂ. പക്ഷേ വേദ ഒരു പൊട്ട ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് വന്നത് കേട്ടോ. ഞാനൊട്ട് ശ്രദ്ധിച്ചതുമില്ല. വേദയ്ക്ക് നടക്കാൻ പറ്റില്ല, അന്ന് കാല് പൊട്ടി പോകുന്നുണ്ട്, അതിൻ്റെ വേദനയുണ്ട്. അപ്പോൾ ഞാൻ കരുതി അവൾ വേണമെങ്കിൽ നടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു നമുക്ക് ഓട്ടോയിൽ പോകാട്ടെന്ന് പറഞ്ഞു. അങ്ങനെ മിനിമം ചാർജ് 80 രൂപയാണ് അവിടെ വരെ പോകുന്നതിനെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, 80 രൂപ വലിയൊരു ചാർജ് അല്ല, ഒരു കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഓട്ടോയിലേക്ക് കയറി. പുള്ളിക്കാരൻ നമ്മളവിടെ കൊണ്ടുവന്ന് ഇറക്കി തരുന്നത് കേട്ടോ. കാരക്കുടി കിച്ചൺ നല്ലൊരു ഇത് മൊത്തം സിറ്റി കേട്ടോ, സിറ്റിക്കുള്ളിലാണ് നമ്മൾ കിടക്കുന്നത്. പക്ഷേ എവിടേക്ക് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. അവർ വഴിയെല്ലാം പറഞ്ഞു തന്നു, ജസ്റ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, അവിടം വരെ നടക്കുക, അവിടെ നടക്കുമ്പോൾ ഒരു റൗണ്ട് കാണും, റൗണ്ടിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് പോവുക, അവിടെ തന്നെയാണ് കാരക്കുടി കിച്ചൺ. പിന്നെ വേറെ ഏതൊക്കെയോ കടകൾ പറയുന്നുണ്ട്. അപ്പം നിയർ ബൈ നല്ലത് കിട്ടുന്ന എവിടെയാണെന്ന് നോക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. പക്ഷെ പറഞ്ഞ പോലെ നിറയെ സ്ട്രീറ്റ് ഫുഡുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെയും വെജ് മാത്രമല്ല കേട്ടോ, ഇഡ്ഡലി, പൊറോട്ട, ചിക്കൻ, ഓംലെറ്റ് ഒക്കെ അടിച്ച് കൊടുക്കുകയും ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കൊത്തു പൊറോട്ട ഒക്കെ കറി ദോശ എന്ന് പറഞ്ഞിട്ട് ദോശയുടെ മുകളിൽ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ ഒഴിച്ച് ഉണ്ടാകുന്ന അതെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ സ്ട്രീറ്റിൽ നിന്നൊക്കെ കഴിച്ചാൽ എങ്ങനെയാണ് ഏതാണെന്ന് അറിയത്തില്ല. ഭാഗ്യത്തിന് ഇത്രയും ദിവസം വെജിറ്റേറിയൻ ആയതുകൊണ്ടാവാം വയറിനൊന്നും ഇതുവരെയും പണി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും നല്ല റെസ്റ്റോറൻറ്റ് നോക്കിയാണ് ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചതും. ഇപ്പോൾ വന്നിരിക്കുന്നതും നല്ലൊരു റെസ്റ്റോറൻറ്റിലേക്കാണ്. അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് തന്നെ നമുക്ക് കരുതാം. ചിലപ്പോഴൊക്കെ എനിക്ക് എപ്പോൾ യാത്ര ചെയ്താലും പണി കിട്ടാറുണ്ട്. ഇന്ന് ആണ് നമ്മൾ നോൺ വെജ് കഴിച്ചത്, അതുകൊണ്ട് എന്താണ് അവസ്ഥയെന്ന് അറിയത്തില്ല. ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ചേട്ടനൊരു നമ്പർ തന്നു, ഇറങ്ങുമ്പോൾ വിളിച്ചാൽ ആ ചേട്ടൻ തിരിച്ചു കൊണ്ടുവന്നാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ. ആ പേപ്പർ നമ്പർ തന്ന പേപ്പർ ഞാൻ അവിടെ വെച്ചിട്ട് പിന്നെ അവിടെ കാണാനില്ല. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് തിരിച്ചു പോയൊരു ചേട്ടൻ്റെ വണ്ടിയാണെങ്കിൽ ചേട്ടൻ അടിച്ച് ഫിറ്റ് കേട്ടോ. ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഫിറ്റ്. ചേട്ടനോട് വഴിയും ഇറങ്ങിക്കൂടെ, അവസാനം ഞങ്ങൾ വഴി പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഗതികേട് വന്നു. എന്നിട്ട് ഹോട്ടൽ റൂമിൻ്റെ അവിടെ വന്നിട്ട് 80 രൂപ എന്ന് പറഞ്ഞാണ് കയറിയത്. 200 രൂപ 150 രൂപ എനിക്ക്
എനിക്ക് ഇനി ഇങ്ങോട്ട് വരും, 200 രൂപ എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ബഹളം തുടങ്ങി. പിന്നെ ഞാനും പറഞ്ഞ്, ഞാൻ ഏട്ടനും കൂടി പറഞ്ഞ് തിരിച്ചിങ്ങോട്ട് നമ്മൾ പറഞ്ഞിട്ടില്ലേ കയറി എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ വയ്യ, ചേട്ടൻ അറിഞ്ഞൂട്ടോ ചേട്ടൻ എന്താ ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ 50 രൂപ എടുത്തിട്ട് ബാക്കി പൈസ 100 രൂപയാണ് കൊടുത്തത്, ബാക്കി പൈസ ഇങ്ങനെ തിരിച്ച് തന്നു കേട്ടോ. ഇനി ഫുഡിൻ്റെ കാര്യം പറയാം. കാരക്കുടി കിച്ചണിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ മെനു ഒക്കെ കൊണ്ടുവച്ചിരിക്കുന്നു. നമുക്ക് എന്തായി ഏതാണെന്ന് അറിയത്തില്ലല്ലോ. നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ ഇപ്പം കേരളത്തിൽ അവർ വന്നു, അവർ ചോദിക്കില്ലേ നമ്മൾ ഇവിടെ എന്താ സ്പെഷ്യൽ, അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് പറയും. അതുപോലെ ഞാൻ ചോദിക്കുകയാണ് ഇവിടെ കാരക്കുടി ചെട്ടിനാട് സ്പെഷ്യൽ എന്താണ്, അപ്പോൾ അവർ ഓരോ കാര്യങ്ങളായിട്ട് പറയാണ്. അപ്പോൾ വേദയുടെ അപ്പൂപ്പനെ വിളിച്ചപ്പോൾ, കള്ളിക്കാട് അപ്പൂപ്പനെ വിളിച്ചപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു ചെട്ടിനാട് കാടക്കോഴി നല്ലതാണ്, വാങ്ങിച്ച് കഴിക്കണേ മോളേ എന്ന് പറഞ്ഞു. അപ്പോൾ കാടക്കോഴി ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കാടക്കോഴി ഉണ്ടെന്ന് പറഞ്ഞു. ഒരു കാടക്കോഴി പെപ്പർ ഫ്രൈയും ഒരു കാടക്കോഴി ഓയിൽ ഫ്രൈ ടിക്കയും പറഞ്ഞു കേട്ടോ. പിന്നെ ഒരു ചിക്കൻ്റെ കറിയും പൊറോട്ടയും വാങ്ങാൻ കരുതി. ആക്ച്വലി ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നതാണ്, പക്ഷേ ഇവിടുത്തെ മെനു കാർഡൊക്കെ കണ്ടപ്പോൾ ഇനി ഇങ്ങോട്ട് വരില്ലല്ലോ, ചെട്ടിനാട് സ്റ്റൈൽ ഫുഡൊന്ന് കഴിച്ചേക്കാം എന്ന് കരുതി കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ കുറേ മട്ടൻ്റെ കാര്യവും ചിക്കൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മട്ടൻ വേണ്ട ചിക്കൻ മതി എന്ന് പറഞ്ഞാൽ ഫിഷാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ സീ ഫുഡും അല്ലാത്ത ഫിഷിൻ്റെയൊക്കെ കാര്യങ്ങൾ നിറയെ പറയുന്നുണ്ട്. അപ്പം പറയും ഫിഷ് എന്തായാലും നമുക്ക് വേണ്ട, ഇഷ്ടംപോലെ ഫിഷ് കഴിച്ചിട്ട് വരുന്നതാണ്. ഫിഷിൻ്റെ നമുക്ക് ചിലപ്പോൾ തമിഴ്നാട് സ്റ്റൈൽ ഫിഷൊന്നും പിടിച്ചെന്ന് വരില്ല, അതുകൊണ്ട് ചിക്കൻ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ എന്തൊക്കെയോ ചിക്കൻ പറയുന്നുണ്ട്. അവസാനം പറഞ്ഞു നാട്ടുകോഴി പിച്ചിയ ചിക്കൻ എന്നാൽ എന്തോ പറഞ്ഞു, അതൊരെണ്ണം തരാൻ പറഞ്ഞു. ഒരു കാടക്കോഴി ടിക്ക 65ഉം ഒരു കാടക്കോഴി പെപ്പർ ഫ്രൈയും പറഞ്ഞു. പിന്നെ ബൺ പൊറോട്ടയും പറഞ്ഞു, ഒരു വീശ് പൊറോട്ടയും പറഞ്ഞു. വീശ് പൊറോട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ പൊറോട്ട അടിക്കാനായിട്ട് വീശൂലേ, വീശിയിട്ട് പിന്നെ ചുരുട്ടിയൊക്കെ അല്ലേ വയ്ക്കുന്നത്, ചുരുട്ടത്തൊന്നുമില്ല, വീശിയ പൊറോട്ട അതുപോലെ ഇട്ട് ചുട്ടെടുക്കുന്നതാണ് വീശ് പൊറോട്ട. പിന്നെ ബൺ പൊറോട്ടയും പറഞ്ഞു. ഇത്രയും തന്നെയാണ് പറഞ്ഞതേ. ഫുഡ് കൊണ്ടുവന്നു, നല്ല ഫുഡായിരുന്നു. ബൺ പൊറോട്ട കൊള്ളായിരുന്നു, വീശ് പൊറോട്ട കൊള്ളായിരുന്നു, കാടക്കോഴി പെപ്പർ ഫ്രൈയും കൊള്ളായിരുന്നു. അതിനെക്കാട്ടി നല്ലത് 65 ആയിരുന്നു കേട്ടോ. 65ഉം കൊള്ളായിരുന്നു. പക്ഷേ നാട്ടുകോഴി ഇടിച്ചത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ചെട്ടിനാട് ചിക്കൻ കറി ചോദിച്ചാൽ പറഞ്ഞത് നോർമൽ വീട്ടിലൊക്കെ വയ്ക്കുമ്പോഴത്തെ കറിയാണ് എന്നിങ്ങനെ പറഞ്ഞത് കൊണ്ട് പിന്നെ ചെട്ടിനാട് ചിക്കൻ കറി വാങ്ങിച്ചില്ല. പിന്നെ അവരെന്തൊക്കെയോ പറയുന്നുണ്ട്, നമ്മളതൊന്നും വാങ്ങാൻ നിന്നില്ല. ക്വാണ്ടിറ്റി വളരെ കുറവാണ്. 200 രൂപയ്ക്കാണ് ഒരു പ്ലേറ്റ് സാധനത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അതിലൊന്നുമില്ല കേട്ടോ, 200 രൂപയ്ക്ക് അതിലെന്തുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. പിന്നെ ആദ്യം അവർ കാടക്കോഴി പെപ്പർ ഫ്രൈ കൊണ്ടുവച്ചപ്പോൾ അത് ഇങ്ങനെ പുരട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. അവർ എന്നിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അത് നേരെ ഫ്രൈ ആയില്ലെന്ന് തോന്നുന്നു. ആ പുരട്ടി വെച്ചിരുന്നതിൻ്റെ ആ തണുപ്പ് ഫ്രീസറിലോ എന്തോ ഇരുന്നതിൻ്റെ ആ തണുപ്പ് ആ ചിക്കൻ്റെ കാലിൽ പിടിച്ചപ്പോൾ വന്നു. പിന്നെ ഞാൻ തിരിച്ചു കൊടുത്തിട്ട് ഇറങ്ങി, എനിക്ക് നല്ലതാണ്, ഞാൻ നാളെ യൂട്യൂബിലിടും, നിങ്ങളുടെ കട കൊള്ളില്ലാന്ന്, ഫുഡ് പോയിസൺ അടിച്ച് കിടക്കാൻ വയ്യ, ഞാൻ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലും ചെറിയൊരു ബൈ മിസ്റ്റേക്കിൽ വന്നതാവാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് കൊണ്ടുതന്നേ. മെനു കാർഡ് എടുത്ത് നോക്കിയപ്പോഴേ ജീരകശാല റൈസിൻ്റെ ബിരിയാണി ഉണ്ടെന്ന്. ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ജീരകശാല റൈസിൻ്റെ ബിരിയാണി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചത് വലിയ റൈസിൻ്റെ ആയിരുന്നു, ബിരിയാണി കൊള്ളായിരുന്നു, പക്ഷേ വലിയ റൈസായിരുന്നു. ഇവിടെ ജീരകശാല റൈസ് എന്ന് കണ്ടപ്പോൾ എനിക്കൊരു വിഷമം, അത് കഴിച്ചാൽ മതിയായിരുന്നു എന്നുള്ളത്. അങ്ങനത്തെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഫുഡ് കിട്ടി കേട്ടോ. ഇലയിലാണ് വിളമ്പുന്നത്. ആദ്യം കൊണ്ടുവന്നത് വേദയുടെ പെപ്പർ ഫ്രൈ, കാടക്കോഴി പെപ്പർ ഫ്രൈ ആണ്. വേദ പറഞ്ഞത് കാട 65, ഏട്ടന് കാട പെപ്പർ ഫ്രൈ ആണ് പറഞ്ഞത്. എനിക്ക് കാടക്കോഴി അത്ര ഇഷ്ടമല്ല കേട്ടോ. ഞാൻ വേദ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ കഴിച്ചിട്ടുണ്ട്, അന്ന് കുറേ ഛർദ്ദിച്ചിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് കാടക്കോഴിയോട് വലിയ പ്രിയമില്ല. ഒന്ന് ടേസ്റ്റ് ചെയ്യുമെന്നല്ലാണ്ട് എനിക്കതിനോട് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. എൻ്റെ കാലിൽ പിടിച്ചപ്പോൾ ചെറിയ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്, പക്ഷെ നന്നായിട്ട് ഫ്രൈ ആയിട്ടൊക്കെ ഉണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കും അറിയത്തില്ല, അവർക്കും അറിയത്തില്ല. അവരെങ്കിലും ഒന്നുകൂടെ അത് തന്നെയായിരിക്കും കൊണ്ടുപോയി ഒന്നുകൂടെയൊക്കെ ചൂടാക്കി കൊണ്ട് തന്നു കേട്ടോ. പക്ഷേ വേറെ ഫുഡ് പോയ്സണോ കാര്യങ്ങളൊന്നും ഈ സമയം വരെയും അടിച്ചിട്ടില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വാസം. ഇതാണ് വീശ് പൊറോട്ട എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വലിയ പീസ് തരും. ഇതിനെ ഞങ്ങൾ 3ആയിട്ട് ഷെയർ ചെയ്തു. എന്നിട്ട് കുളമ്പെല്ലാം കൊണ്ടുവച്ചിരുന്നു. കുളമ്പെല്ലാം നല്ലതായിരുന്നു. കുളമ്പ് മീൻസ് ഗ്രേവി, പ്രോൺസിൻ്റെ ഗ്രേവിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. പക്ഷേ അധികം ഞാൻ എടുത്തില്ല. പ്രോൺസൊക്കെ ഇനി കഴിച്ചിട്ട് പണി കിട്ടണ്ടെന്ന് കരുതി ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ മാത്രമാണ് ചെയ്തത്. പൊറോട്ടയൊക്കെ നല്ലതായിരുന്നു കേട്ടോ. നല്ല ഈ വീശ് പൊറോട്ട ആയാലും ചിലപ്പോൾ പിടിച്ചാലൊന്നും വരത്തില്ല. ഇത് നല്ല സോഫ്റ്റായിട്ടിരുന്നു. ഇതെന്താണ് നമ്മുടെ കാട ഒന്നുകൂടെ ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നതാണ്. പിന്നെ ഇതാണ് നാട്ടുകോഴി ഇടിച്ചിട്ടതെന്നോ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു കറി കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതിന് 200 രൂപയാണ് റേറ്റ്. പക്ഷെ ക്വാണ്ടിറ്റിയും കുറവായിരുന്നു. എനിക്കിഷ്ടമായില്ല കേട്ടോ. നമ്മൾ നല്ല നാടൻ കോഴി പുരട്ടിയതൊക്കെ കഴിക്കുമ്പോഴാണ് അവരുടെ ഈ നാട്ടുകോഴി ഇടിച്ചത്. കുഴപ്പമില്ല, അവരുടെ ഉള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും. നമുക്ക് ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായില്ല. കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. അങ്ങനെ ഫുൾ പിച്ചി പിന്നിയൊക്കെ ഇട്ട് കൊണ്ട് തന്നു. ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. നാട്ടുകോഴി എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ താറാവ് ഇറച്ചി പോലെ ഇരിക്കും. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ എല്ലെല്ലാം
താറാവ് പോലെ ഇരിക്കും. ഇവിടുത്തെ നാട്ടുകോഴിയെല്ലാം താറാവിനേക്കാളാണ് ഇരിക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞതിന് മധുരൈ ബൺ പൊറോട്ട കഴിക്കാൻ പോയപ്പോഴും അവിടുത്തെ നാട്ടുകോഴിയും ഇതുപോലെയായിരുന്നു കേട്ടോ. ഇങ്ങനെ എല്ലൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള താറാവിൻ്റെ പോലെ ഭയങ്കര നൈസായിട്ടുള്ള കോഴി. എന്താണ് സംഭവം എന്ന് അറിയത്തില്ല കേട്ടോ. എങ്കിലും ഞാനും ഒരു ഹാഫ് വീശ പൊറോട്ടയുടെ പകുതിയും ഒരു ബൺ പൊറോട്ടയും കഴിച്ചു. വേണ്ടാന്ന് പറഞ്ഞിരുന്നെങ്കിലും വേദയ്ക്ക് നാട്ടുകോഴി വെച്ച് കൊടുത്തെങ്കിലും വേദ കഴിച്ചില്ല. വേദ കാടക്കോഴി വെച്ചാണ് കഴിച്ചത് കേട്ടോ. പക്ഷേ കൊള്ളായിരുന്നു. കാടക്കോഴി 65 നമ്മുടെ KFC പോലെ ഇരുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കും വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പെപ്പറും എനിക്കിഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഫ്ലോപ്പായത് ഈ ഒരു നാട്ടുകോഴി മാത്രമായിരുന്നു. എന്തായാലും സംഭവം കൊള്ളാം. ഫുഡ് എല്ലാം കഴിച്ചു. നാളെ പറ്റുകയാണെങ്കിൽ ഇവിടെ വന്ന് ബിരിയാണി കഴിക്കണമെന്നൊരാഗ്രഹമുണ്ട് കേട്ടോ. ബൺ പൊറോട്ട അത് പറയാൻ പറ്റുമല്ലോ. നല്ല സോഫ്റ്റ് ബൺ പൊറോട്ട ആയിരുന്നു കേട്ടോ. എല്ലാവരും വീഡിയോയിൽ അഭിനയിക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. കടയുടെ പേരെല്ലാം മെൻഷൻ ചെയ്തിട്ട് പറയണേ എടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി മത്സരിച്ചാണ് നമുക്ക് ഓരോന്ന് കൊണ്ട് തരണം കേട്ടോ വീഡിയോയിൽ വരാനായിട്ട്. അവസാനം ജ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജ്യൂസ് ഒന്നുമില്ല, ഇവിടെ ഗോലി സോഡയാണുള്ളത്, മതിയോ എന്ന് ചോദിച്ചു. അങ്ങനെ ഏട്ടനും വേദയും കൂടി ഗോലി സോഡയ്ക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഗോലി സോഡയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഇരുന്നപ്പോഴേക്കും ഗോലി സോഡ വന്നു. അത് പൊട്ടിച്ച് കഴിച്ചപ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഏതോ ഒരു ഗോലി സോഡ ഫാനാണ്. ദീപ ചേച്ചിയൊക്കെ വീട്ടിൽ എപ്പോഴും വന്നാലും ഒരു ലോഡ് ഗോലി സോഡയും കൊണ്ടായിരിക്കും വരുന്നത്. എനിക്കതിൻ്റെ ആ ഒരു ഫ്ലേവറിൻ്റെ ടേസ്റ്റ് കഴിക്കുമ്പോഴേ വല്ലാതെ വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. പക്ഷേ അവർ ലൈം ഗോലി സോഡയാണ് വേദയും ഏട്ടനും പറഞ്ഞത്. നല്ലതായിരുന്നു കേട്ടോ. വേദയുടെ ഞാൻ ഒരു സിപ്പ് എടുത്തപ്പോൾ കൊള്ളാം. പിന്നെ ഞാൻ ഒരു ഗോലി സോഡ ഓർഡർ ചെയ്ത് കേട്ടോ. എപ്പോഴും വേണ്ടാന്ന് പറയും, എന്നിട്ട് പിന്നീട് ആരെങ്കിലും കൈയിട്ട് വാരിയിട്ട് കൊള്ളാമെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും പറയും കേട്ടോ. അപ്പോൾ കാടക്കോഴി 65 അങ്ങനെ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്ത് കൊണ്ട് തന്നു. അപ്പോഴേ കണ്ടിട്ട് എനിക്കൊരു ലുക്ക് തോന്നില്ല, പക്ഷെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഡിന്നറെല്ലാം കഴിഞ്ഞു. ഇനി നേരെ റൂമിലേക്ക് പോവുക. ഞാൻ പറഞ്ഞില്ലേ ഓട്ടോക്കാരൻ ചേട്ടൻ്റെ നമ്പർ എൻ്റെ നിന്ന് കളഞ്ഞു പോയി. ആ പേപ്പർ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി കേട്ടോ. അവിടെയൊക്കെ നോക്കിയിട്ട് കാണാനില്ല, എവിടെ പോയെന്നറിയില്ല. തീറ്റയുടെ ആക്രാന്തത്തിൽ അതെവിടെയോ മിസ്സായിപ്പോയി. ഗോലി സോഡ കൊണ്ടുവന്നിങ്ങനെ പൊട്ടിക്കാന്ന് പറഞ്ഞപ്പോൾ വേദ പറഞ്ഞു വേദ പൊട്ടിച്ചോളാം. കാരണം വേദ പൊട്ടിച്ച് വേദയ്ക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. പക്ഷേ അവൾ ഇപ്രാവശ്യം പൊട്ടിച്ചപ്പോൾ അത് പൊട്ടി വന്നില്ല. പിന്നെ അവിടുത്തെ സ്റ്റാഫ് ചേട്ടനാണ് പൊട്ടിച്ചു കൊടുത്തത് കേട്ടോ. സ്റ്റാഫ് ചേട്ടനും പൊട്ടിച്ചിട്ട് പൊട്ടിയില്ല. പിന്നെ വേറൊരു ചേട്ടൻ വന്ന് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ആ സാധനം പൊട്ടിയത്. അങ്ങനെ ഗോലി സോഡയും കുടിച്ചു. അവിടെ ഫ്ലേവേർഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു, പക്ഷേ ലൈമാണ് പറഞ്ഞത്. ഒരു സ്പ്രൈറ്റിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കൊള്ളായിരുന്നു കേട്ടോ. അല്ലാതെ എനിക്ക് ഗോലി സോഡ ഇഷ്ടമല്ല. അതൊരു ഫ്ലേവർ ഭയങ്കര ഒരു ഫ്ലേവറിൻ്റെ ടേസ്റ്റ് വരാറുണ്ട്. ഇത് പക്ഷേ നല്ല സാധനമായിരുന്നു. അങ്ങനെ ഗോലി സോഡയും കുടിച്ചിറങ്ങി. ഒന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞിരുന്ന ഞാനാണ്. ഇപ്പോൾ എല്ലാം ആയല്ലോ. ഇനി നേരെ റൂമിലേക്ക് പോവുക. നാളത്തെ കാര്യം നാളെ ഇനി ആക്ച്വലി ഈ ചെട്ടിനാട് കാണാനായിട്ട് ഒന്നുമില്ല. ഈ പറഞ്ഞ കൊട്ടാരങ്ങളും ബംഗ്ലാവും ഒക്കെ ഉള്ളൂ. അതൊന്നും അകത്ത് കയറി കാണാനും പറ്റത്തില്ല, പെർമിഷനൊക്കെ വേണം എന്നാണ് പറയുന്നത്. അല്ലാതെ ഇവിടെ കാണാനായിട്ട് വേറെ ഒന്നുമില്ല. പിന്നെ ചെട്ടിനാട് സാരി വാങ്ങിക്കാം, അത്ര മാത്രമാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ ഒന്നുമില്ല. വെറുതെയാണ് നമ്മളിവിടെ എന്തെങ്കിലും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാഫ് ചോദിക്കായിരുന്നു, ഒരുപാട് മലയാളീസ് വരുന്നുണ്ട്, എന്ത് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ, ഇവിടെ എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് അവർ എന്നോട് ചോദിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിറയെ റീൽസ് വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടായിരിക്കാം വന്നത്. ശരി, 2-3 ഫാമിലി ഇതാ ഇപ്പോഴും ഒരാൾ ഇരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. റീൽസിലൊക്കെ കാണുമ്പോൾ ചെട്ടിനാട് ഭയങ്കര സംഭവമായിട്ടൊക്കെ തോന്നും. എനിക്കിവിടെ ഒന്നും സംഭവമായിട്ട് തോന്നിയില്ല. ഈ പറഞ്ഞ ഇവിടുത്തെ വലിയ ബംഗ്ലാവൊക്കെ ഇല്ലേ, അവിടെ ഇപ്പോൾ റിസോർട്ടായിട്ട് ചെയ്ത് അതിന് ഹോം സ്റ്റേ ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. പെർ ഡേ 5,000 റുപ്പീസൊക്കെയാണ് അവർ റെൻറ്റ് ചോദിക്കുന്നത്. അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനാണെങ്കിൽ വരാം. അല്ലാതെ ഇവിടെ വന്ന് വേറെ ഈ ഫോറിനേഴ്സിനൊക്കെ വന്നാൽ ഇഷ്ടപ്പെടും. നമുക്കന്നത് കണ്ടിട്ട് വലിയ സംഭവമായിട്ടൊന്നും തോന്നത്തില്ല, വെറുതെ വേസ്റ്റ് ഓഫ് മണി ആയിട്ട് തോന്നും. അതുകൊണ്ട് ചെട്ടിനാട് നിങ്ങൾക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാനതൊരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഇവിടെ കാണാനായിട്ട് അധികം ഒന്നും ഇല്ല. കുറേ പഴയ കാര്യങ്ങളൊക്കെ എന്തോ ആ ചെട്ടിനാട് സൈഡിലേക്കുണ്ട് എന്നല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഡിന്നർ കഴിച്ച് എല്ലാം ഇറങ്ങി ഓട്ടോ ഇങ്ങനെ നോക്കി വന്നപ്പോഴേക്കും തൊട്ടടുത്ത് ജിഗർദണ്ട കട. എന്നാൽ പിന്നെ ഒരു ജിഗർദണ്ട വാങ്ങി 3ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി കയറി ഒരു ജിഗർദണ്ട ഓർഡർ ചെയ്യുന്നതിനിടയ്ക്ക് ഞാൻ പൈസ പേ ചെയ്യാനെടുത്തതും വേദ ഒരു കിൻഡർ ജോയ് കൂടെ എടുത്തേട്ടോ. വാങ്ങി തരില്ലാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വാങ്ങിച്ച് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവൾ തന്നെ അങ്ങ് ബില്ലൊക്കെ ചെയ്യാൻ തുടങ്ങി. ഫോണിൻ്റെ എന്ന് വാങ്ങിയിട്ട് കേട്ടോ. ഓണം സ്പെഷ്യൽ എഡിഷനാണ്, ഇത് ഞാൻ കഴിച്ചിട്ടില്ല എന്നും പറഞ്ഞ് അങ്ങനെ അവൾ തന്നെ അതെല്ലാം എടുത്തു. പിന്നെ ശരി ഒരു കിൻഡർ ജോയ് തന്നെ അല്ലേന്ന് പറഞ്ഞിട്ട് അവൾക്ക് കൊടുത്തു. അപ്പോഴേക്കും അവൾക്ക് ജിഗർദണ്ട വേണ്ട. പിന്നെ ഞാനും ഏട്ടനും കൂടി ആ ജിഗർദണ്ട ഷെയർ ചെയ്ത് കുടിച്ചു കേട്ടോ. ഭയങ്കര മധുരമായിരുന്നു എനിക്ക്, പക്ഷേ ജിഗർദണ്ട ഇഷ്ടമുള്ളത് കൊണ്ട് ജിഗർദണ്ട കുടിച്ചു.
എന്തായാലും നമ്മുടെ വന്ന ആവശ്യം കഴിഞ്ഞു, സാരി എല്ലാം ഷോപ്പിംഗ് കഴിഞ്ഞു. അപ്പോൾ നമ്മളെല്ലാ കടക്കാരോടും വേറെ നല്ല സാരീസ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ കട പറയും. നാളെ രാവിലെ നമ്മളിവിടെ നിന്ന് തിരിക്കും കേട്ടോ. തിരിക്കുന്ന വഴിക്ക് ഇതുപോലെ പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ സാരീസോ കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിക്കും. കുറച്ചൊക്കെ സ്ഥലങ്ങളൊക്കെ ഇവരൊക്കെ കടയിൽ നിന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ നോക്കിയുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ടായിരിക്കും വീട്ടിൽ പോകുന്നത്. ഇന്നത്തെ വിശേഷം ദേ ഇവിടെ കഴിഞ്ഞു. ടാറ്റാ, ബൈ ബൈ.